ഓക്കെ. കോഴിക്കോട് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സാനിറ്ററി നാപ്കിൻ കമ്പനിയാണ് ഫെയർവിങ്സ് എന്ന് പറയുന്നത്. ഈ ഫെയർവിങ്സ് കമ്പനി നടപ്പാക്കുന്ന ഒരു സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് പിങ്ക് ജോബ് എന്ന് പറയുന്നത്. ഇതില് ഒരുപാട് സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ നമുക്ക് ഫിനാൻഷ്യലി അതുപോലെ തന്നെ മെന്റലി ഫിസിക്കലി ഒരു സ്ത്രീ എപ്പോഴും നല്ല ഒരു സ്ട്രെങ്ത് നേടിയിരിക്കണം, എന്നാലേ അവള് ഫിനാൻഷ്യലി ഒരു സ്ത്രീ എംപവേർഡ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഈ കമ്പനി അതിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഫ്രീ സെക്ഷൻ ക്ലാസ്സുകളാണ്. ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ഇതിനോടകം കൊടുത്തു കഴിഞ്ഞു. ഒരു സ്ത്രീക്ക് അവരുടെ കയ്യിൽ ഉള്ള എമൗണ്ടിൽ, ചെറിയൊരു എമൗണ്ടിൽ ഈ ഒരു ബിസിനസ് തുടങ്ങി അവരുടെ കീഴിൽ ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഏറ്റെടുത്ത് മുന്നോട്ട് വരാം. അതാണ് നമ്മുടെ പിങ്ക് ജോബ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു അജണ്ട എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ക്ലാസ്സുകൾ, ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. സ്ത്രീ റിലേറ്റഡ് ആയ രോഗങ്ങളെ പറ്റി ഡോക്ടേഴ്സ് ക്ലാസ്സുകൾ എടുത്തു. പ്രമുഖരായ ഒരുപാട് ട്രെയിനേഴ്സ് ക്ലാസ്സുകൾ എടുത്തു. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത് ശ്രീജ മാം ആണ്. പാരന്റിങ് ക്ലാസ് ആണ് ശ്രീജ മാം എടുക്കുന്ന ടോപ്പിക്. അപ്പൊ ശ്രീജ മാമിനെ ഞാൻ ഈ ഒരു പിങ്ക് ജോബിന്റെ പേരിൽ ഹാർദവുമായി വെൽക്കം ചെയ്യുന്നു. മാം പ്ലീസ് വെൽക്കം. താങ്ക് യു. സ്റ്റാർട്ട് ചെയ്യാനായോ? ഇനി വേറെ സംസാരിക്കാനുണ്ടോ? ഇനി ജോയിൻ ചെയ്തോളൂ ആളുകള്, മാം സംസാരിച്ചോളൂ. എന്തായാലും ക്ഷമ ചോദിക്കുന്നു. നമ്മള് 2 മണിക്ക് തുടങ്ങാന്ന് വിചാരിച്ചതാണ്, പക്ഷെ ചെറിയൊരു സാങ്കേതിക പ്രശ്നം നേരിട്ടതിൽ പറ്റിപ്പോയതാണ്. ഓക്കെ. കഴിഞ്ഞ ഒരു ആഴ്ചയില് ഒരു ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഹെൽത്ത് ഇഷ്യൂ കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. ഇന്നും ഞാൻ ഭയങ്കരമായിട്ട് അത് ചെയ്യണമെന്ന് കരുതോടെ നിൽക്കുമ്പോഴാണ് ഇന്നലെ രാത്രി ഓഫായതാണ് എൻ്റെ ഫോണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ കറണ്ട് ഇല്ല. ഞാൻ ഇന്നലെ മകളുടെ അഡ്മിഷന് സംബന്ധമായിട്ട് എറണാകുളത്തായിരുന്നു. രാത്രി 1 മണിയാണ് വീട്ടിലെത്തിയപ്പോൾ. എന്തായാലും ഞാനിതിന് എന്താണ് മാർഗം നോക്കിയപ്പോൾ എന്തായാലും ദൈവം എനിക്കൊരു വഴി കാണിച്ചു തന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ വീട്ടിൽ പോയി പിന്നെ ഫോണൊക്കെ ചാർജ് ആക്കി വരുമ്പോൾ അപ്പം തന്നെ നമുക്ക് കറണ്ട് ഇവിടെ എത്തുകയും ചെയ്ത്. എന്തായാലും ദൈവത്തിന് നന്ദി പറയണു. അതുപോലെ തന്നെ എൻ്റെ പേര് ശ്രീജ എന്നാണ്. ഞാൻ അംഗൻവാടി ടീച്ചറായിട്ടാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അതിനു പുറമെ ഞാൻ ഈ ഒരു വിംബിൾ അക്കാദമിയിൽ നിന്ന് ട്രെയിനിൽ 11th ബാച്ചിൽ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങി. അതിലൂടെ നമുക്ക് കുറേ ക്ലാസ്സുകൾ കൊടുക്കാൻ പറ്റും. ഞാൻ സ്പെഷ്യൽ ചെയ്തത് പാരന്റിങ് ട്രെയിനർ എന്നാണ്. കാരണം ഒരു പാരന്റിങ് ട്രെയിനർ എന്ന് പറയാൻ, അത് എടുക്കാൻ ഏറ്റവും കൂടുതൽ എന്നെ അതിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ അംഗൻവാടികളിൽ വനിതകളും ശിശുക്കളുമാണ്. അതാണ് ഞങ്ങളുടെ വകുപ്പ്, അതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളുമായിട്ടാണ് അല്ലെങ്കിൽ അമ്മമാരുമായിട്ടാണ് കൂടുതൽ ഇടപഴകുന്നത്, കുട്ടികളുമായിട്ട്. അതേപോലെ തന്നെ അഡോളസെന്റ് ഏജിലെ കുട്ടികൾക്കുമായിട്ട് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നൽകുന്നത് നമ്മുടെ സ്ത്രീ സമൂഹത്തിന് തന്നെയാണ്. അപ്പോൾ ഇവിടെ ജസ്മി മാം പറഞ്ഞ പോലെ പിങ്ക് അവയർനെസ്, പിങ്ക് ജോബ്, പിങ്ക് എന്ന ഒരു കളർ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു സ്ത്രീകളുടെ കാര്യങ്ങളായതുകൊണ്ട് തന്നെ ആ ഒരു അതുകൊണ്ടായിരിക്കാം ആ ഒരു ജോബിന് ആ പേര് നൽകിയിരിക്കുന്നത്. എന്തായാലും ആദ്യം തന്നെ ആ പിങ്ക് ജോബിലെ എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഞാനും ഹാർദ്രമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. വിഷയം എന്തെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും പാരന്റിങ് തന്നെയാണ്, പാരന്റാണ് ഓൾറെഡി. അപ്പോൾ പക്ഷെ നമ്മൾ അത് കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് നിങ്ങൾക്കൊക്കെ പറയാനുള്ള ഒരേ മറുപടി ഇല്ല, അല്ലെങ്കിൽ മുഴുവനായിട്ടില്ല, അല്ലെങ്കിൽ അത്രയും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ്. ഞാനും പറയുന്നത് അത് തന്നെയാണ്. എനിക്ക് 3 മക്കളാണ്. അതുപോലെ ഞാൻ 18 വർഷമായിട്ട് അംഗൻവാടി ഫീൽഡിൽ ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അവരായിട്ട് അറ്റാച്ച് ആയതുകൊണ്ട് അവിടെയാണ് ഞാൻ ശരിക്കും എൻ്റെ ഒരു കൂടുതലായിട്ടുള്ള പാരന്റിന്റെ കുറെ കാര്യങ്ങൾ അവിടെ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് പാരന്റിങ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് നിങ്ങളടുത്ത് ചോദിക്കട്ടെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും പാരന്റിങ്ങിൽ പൂർണ്ണ പാരന്റ് ആയിട്ടുണ്ടോ? അതിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് നിങ്ങൾ കേട്ടതും കണ്ടതുമായ കാര്യങ്ങൾ കൃത്യത വരുത്തിയിട്ടുണ്ടോ? പൂർണ്ണത, അല്ലെങ്കിൽ ഞാനൊരു പൂർണ്ണ പാരന്റ് ആയി എന്ന് ഉറപ്പുള്ളവർക്കൊന്ന് എസ് അടിക്കാം. ബാക്കിയുള്ളവർക്ക് ആർക്കെങ്കിലൊക്കെ അതിനോട് ചേർന്ന് ആയിട്ടുണ്ടോ, ഇനി ആവണം
ഇത് മതി, അല്ലെങ്കിൽ ഇതിനോടൊപ്പം കുറച്ചും കൂടി എനിക്ക് ആവേണ്ടതുണ്ട്. എന്തായാലും മനുഷ്യൻ ഭൂമിയിൽ ആരും പൂർണ്ണരല്ല, ഒരു കാര്യത്തിലും നമുക്ക് പൂർണ്ണമാകാൻ കഴിയുകയില്ല. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല, നമ്മളിൽ വന്ന കുറെ കാര്യങ്ങളുണ്ട്, നമ്മൾ അറിയാതെ ചെയ്തു പോയത്, അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് അറിയാതെ ചെയ്തു വെച്ച കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും കൂടി മികച്ചതാക്കണം എന്നൊക്കെ അറിയാനും ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ളവരും അതിന്റെ കമന്റ് ഒന്ന് പറയാവോ? ആരും വീഡിയോ ഒന്നും ഓൺ ആക്കിയില്ലല്ലോ, എന്തോ പ്രശ്നം? വീഡിയോ ഓൺ കഴിയുന്നവരൊക്കെ എല്ലാവരും വീഡിയോ വീഡിയോ ഓൺ ചെയ്തു. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡന്റ് ഒക്കെ വരും സംസാരിക്കാൻ. നമുക്ക് നിന്ന് നമ്മൾ നേരിട്ട് സംസാരിക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവും. അതാണ് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നമ്മൾ കാണുന്നില്ലല്ലോ. എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്തു, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അതുപോലെ മാം ചോദിക്കുന്നതിനൊക്കെ ആൻസർ പറയണേ. നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ അതിന്റെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ട് തന്നെയാണ് ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഒരാൾ മാത്രം നിന്ന് പറയുമ്പോൾ അത് കുറെ ബോറായിരിക്കും. അപ്പൊ നമുക്ക് സംസാരിച്ചു കൊണ്ട്, കാരണം നമ്മള് എല്ലാവരും കല്യാണം കഴിയാത്തവരൊന്നും ഇല്ലാന്ന് തോന്നുന്നു, എല്ലാവരും കല്യാണം കഴിഞ്ഞവരാണെന്ന് തോന്നുന്നു, അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അതെ മാം, പൂർണ്ണ പാരന്റ് ആണോ എന്ന് സംശയമുണ്ട്. മാം ചോദിക്കുന്ന പോലെ പൂർണ്ണമായിട്ടുള്ള ഒരു പാരന്റ് ആയിട്ടുണ്ടോ എന്നുള്ളതിൽ സംശയം തന്നെയാണ്. മാമിന്റെ ക്ലാസ്സിലൂടെ അത് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി അത് നമ്മൾ ഈ പറയുന്നതൊക്കെ ഞാൻ അത്രയും പൂർണ്ണതയിലല്ലോ എന്നൊന്നല്ല നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ പറയുമ്പോൾ മാത്രമാണ് ബാക്കി കാര്യം കൂടി അതിലേക്ക് ആഡ് ചെയ്യാനും, ഇനി എന്തേലും നിങ്ങളുടെ അടുത്ത് നിന്ന് എനിക്കും പഠിക്കേണ്ടതുണ്ട്. അങ്ങനെയൊക്കെയാണ്. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നത്. അപ്പൊ അതിൽ വേറെ ആരും ഒന്നും പഠിക്കണ്ട. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നമ്മുടെയൊക്കെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നാണ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കാര്യത്തിലേക്കാണ് വരുന്നത്. അപ്പം അഭിപ്രായങ്ങൾ ശരിയാവാം, തെറ്റാവാം, എന്താവാം. തെറ്റിൽ നിന്നാണല്ലോ നമ്മൾ ശരി പഠിക്കുന്നത്. നിങ്ങളൊക്കെ അതെ, ഞാനൊക്കെ അതെ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് നമ്മുടെ മൈക്ക് ഓൺ ആക്കിയിട്ട് പറയാം. അങ്ങനെ പോകുമ്പോൾ ഒരു കുറച്ചും കൂടി ക്ലാരിറ്റി നമ്മുടെ ക്ലാസ്സിന് വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും അഭിപ്രായമായിട്ട് ആർക്കെങ്കിലും പറയാനുണ്ടോ? എന്താ, ഒന്നുമില്ലേ? അറിയൊക്കെ എന്തൊക്കെയാ പറയണമെന്നുണ്ട്. അപ്പൊ എങ്ങനെ തുടങ്ങും ഒരു ആശങ്കയുണ്ട്. കുഴപ്പമില്ല, നിങ്ങൾക്ക് അത് അങ്ങനെ തന്നെ തുടങ്ങുക, അല്ലാതെ അതിനൊരു പ്രത്യേക സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒന്നുമില്ല. നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ നിങ്ങൾ എത്രമാത്രം നിങ്ങളെ കുട്ടികളെ കെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് അതിനെ ചെയ്യുന്നത് എന്നൊക്കെ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ മതി. അപ്പൊ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. പറഞ്ഞ ആള് വീഡിയോ ഓണല്ല. പറഞ്ഞ ആളെ പേരെന്തായിരുന്നു? സെലീന മാം അല്ലേ? എവിടെ പോയോ? സജിന മാം. സെലീന മാം ഉണ്ട് മാം, ഞാൻ ഓൺ ചെയ്യാം. എല്ലാരും ഒന്ന് ഓൺ ചെയ്തേ നോക്കട്ടെ. എന്താ പ്രശ്നം? നമ്മൾ ആദ്യം നമ്മുടെ മുഖം മറ്റുള്ളവരെ കാണിക്കുന്നത് ആ ഒരു സ്വഭാവം മാറ്റണം. നമ്മളെ മുഖം എല്ലാവരും കാണട്ടെ. പിന്നെന്താ, എല്ലാവരും കാണട്ടെ. കണ്ടുകൊണ്ട് സംസാരിക്കാം. ഏതായാലും നമുക്ക് കണ്ടുകൊണ്ട്, ഇങ്ങനെ വീഡിയോയിൽ മാത്രമേ കണ്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ കണ്ടുകൊണ്ട് തന്നെ സംസാരിക്കുന്നതാണ് കൂടുതൽ കോൺഫിഡന്റ്. പിന്നെ പലതും മനസ്സിലുണ്ടാവും. ഞാൻ അത്ര സുന്ദരിയല്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊന്നുമല്ല, നമ്മളെല്ലാവരും, ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ സുന്ദരിയാണെന്ന് പറയാനാണ് എനിക്കിഷ്ടം. അതുപോലെ എല്ലാവരും അങ്ങ് പറഞ്ഞു ഓൺ ചെയ്തോ, വീഡിയോ ഓൺ ചെയ്യും. ഓരോരുത്തരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇനി വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അറിയട്ടെ. എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നല്ലൊരു പാരന്റ് അല്ല. എങ്ങനെയൊക്കെ നോക്കാൻ ശ്രമിച്ചാലും നല്ലൊരു പാരന്റ് ആണോ എന്ന് എനിക്ക് തന്നെ സംശയമാണ് എന്റെ കാര്യം. അത് തന്നെയാണ്. അപ്പൊ ഞാനും ശരിക്കും ഈ പാരന്റിങ്ങിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഇതുവരെ നല്ലൊരു പാരന്റ് അല്ല എന്ന് എനിക്ക് മനസ്സിലായ ഒരു സത്യം ഈ ഒരു ക്ലാസ് നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴാ. പക്ഷെ എങ്കിലും ഇപ്പോഴും ഒരു 50% എത്തിയിട്ടുണ്ടോ ചോദിച്ചാൽ അല്ല, ഇപ്പോഴും അല്ല. പക്ഷെ എന്നാലും നമ്മൾ ആയിക്കൊണ്ടിരിക്കും. ഓൾറെഡി ഇങ്ങനെ പല ക്ലാസ്സുകളും പാരന്റിങ്ങിന്റെ കിട്ടിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ എത്രയൊക്കെ നമ്മളത് വീട്ടിലത് ഉപയോഗിക്കാൻ നോക്കിയാലും അങ്ങോട്ട് ശരിയാവണില്ല. നമ്മൾ ആദ്യം
നിങ്ങളുടെ അടുത്ത് ആദ്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങള് നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശ്രമം ഒരു ദിവസമല്ല. ഇന്ന് എന്റെ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ ആ ഒരു സമയം, എന്റെ സമയം കഴിഞ്ഞതിന് ശേഷം വേണ്ട ഞാൻ ഇന്ന് പറഞ്ഞ പ്രകാരം ഞാൻ ചെയ്തു നോക്കും, ഇന്നൊരു ദിവസത്തൊഴിൽ അതെന്തായാലും ഫലിക്കുന്നില്ല, അത് വിട്ടേക്കാം എന്നല്ല. അത് തുടരെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ 10 എണ്ണം എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഒന്നെങ്കിലും നിങ്ങൾക്ക് ആക്കാൻ പറ്റുമെന്നുള്ളത്. പിന്നെ നിങ്ങൾ വേറെ ആരുടെയും ക്ലാസ്സുകൾ കേൾക്കും, വായിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ കാണും, അങ്ങനെയൊക്കെ ആവുമ്പോൾ അതൊന്നൊന്ന് വ്യത്യസ്തമാക്കാൻ പറ്റും. എന്തായാലും പറയുന്നത് ഒരു 4 തരം പാരന്റിങ് ഉണ്ട് എന്നാ. പാരന്റ് ആയിട്ടുള്ളത് 4 തരത്തിലുള്ള പാരന്റ് ഉണ്ട്. ആ 4 തരം പാരന്റ് നമുക്ക് ഏതൊക്കെയാണെന്ന് പറയാം. അതില് ഒന്നാമത്തത് അതോറിറ്റേറിയൻ പാരന്റ് എന്നാണ്. അതെന്താന്ന് വെച്ചാല് ആ വിഭാഗത്തിൽപ്പെടുന്ന പാരന്റ് കുട്ടികൾ പറയുന്നത് മാത്രം അനുസരിക്കുക എന്നുള്ളവരായിരിക്കും. പിന്നെ തൻ്റെ ആഗ്രഹങ്ങൾക്കും ചിന്തകൾക്കും മാത്രം അനുസൃതമായ കുട്ടികളെ വളർത്തുക. അങ്ങനെ നമ്മൾ ചെയ്യാറില്ലേ? അത് കുട്ടികൾ മാത്രം പറയുന്നത് നമ്മൾ അനുസരിക്കൂല. ഇത് പറഞ്ഞു കൊണ്ടുവരുന്ന എന്താന്ന് വെച്ചാല്, അപ്പോ നമ്മുടെ രീതിക്ക് നമ്മളിപ്പോ ഒരു സ്കൂളിൽ ചേർത്താണെങ്കിൽ, അല്ലെങ്കിൽ അംഗൻവാടി തന്നെ തുടങ്ങാം. ശരിക്കും ഒരു അംഗൻവാടിയിലെ സ്റ്റാർട്ടിങ് സമയം 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണ്. ഇപ്പൊ കുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2.5 വയസ്സ് മുതലാണ് കുട്ടികളുടെ ബുദ്ധിശക്തിയൊക്കെ ഇങ്ങനെ വികസിക്കാൻ തുടങ്ങുന്നത്. കുട്ടികളുടെ ആ തലച്ചോറിന് വികസനം വരുന്ന സമയം അപ്പോഴാണ്. അപ്പം ഈ ഒരു സമയം നമ്മൾ പലപ്പോഴും ചെയ്യുന്ന കാര്യം, ഞാൻ ഒരു 18 വർഷമായിട്ട് ഈ ഫീൽഡിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കാണുന്നൊരു കാഴ്ച, ഏകദേശം 3 വയസ്സായി കഴിഞ്ഞാൽ കുട്ടികളെ നമ്മൾ അംഗൻവാടി കൊണ്ടുവിടുന്നു. വരുമ്പം തന്നെ നമ്മളടുത്ത് പറയുന്ന ആദ്യത്തെ ഒരു കേസ് എന്താന്ന് വെച്ചാൽ, ടീച്ചറെ സ്വന്തമായിട്ട് കഴിക്കാനൊന്നും പഠിച്ചിട്ടില്ല, മൂത്രം ഒഴിക്കാൻ അറിയൂല, അങ്ങനെ അപ്പിടുന്ന എന്താണോ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറയില്ല, അങ്ങനെ ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് എന്ന് പറയും. അപ്പം നമ്മൾ കൃത്യമായിട്ടും പറയുന്ന കാര്യം അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, അത് കൃത്യസമയത്ത് എന്തൊക്കെയെന്നുള്ളത്. അപ്പം ആദ്യത്തെ ഒരാഴ്ചയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് നമ്മൾ ടോയ്ലറ്റിൽ പോയിട്ട് മൂത്രം ഒഴിക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഭക്ഷണം ആദ്യത്തെ ദിവസമൊക്കെ അവർക്ക് ചിലപ്പം പ്ലേറ്റിലേക്ക് കൈയൊക്കെ വെക്കാൻ പ്രയാസം ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവർക്ക് തന്നെ വാരി കൊടുത്ത് അങ്ങനെ കുറച്ച് ദിവസം എങ്ങനെ ആവും. അപ്പോൾ അംഗൻവാടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരേ ഏജിലുള്ള കുട്ടികളല്ല, 3, 4, 5 അങ്ങനെ ഈ ഒരു പല ഏജിലുള്ള കുട്ടികൾ വരുന്നത് കൊണ്ട് തന്നെ ഈ വർഷം പുതുതായിട്ട് വന്ന കുട്ടികൾ കഴിഞ്ഞ വർഷം വന്ന കുട്ടികൾ ചെയ്യുന്നത് അവരിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം ഭക്ഷണം കഴിക്കാത്ത ഒരു രീതിയിലേക്ക് വരും. അപ്പോൾ പിന്നെ അവർ പതിയെ ഇങ്ങനെ സ്വയമായിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. അങ്ങനെ അവരതിലേക്ക് എത്തും. പിന്നീട് ഞാൻ പറയുന്ന ഒരു കാര്യം, അങ്ങനെയല്ല ഒരാഴ്ച കൊണ്ട് അവർ ഏകദേശം അവരുടെ ഒരു സ്വന്തമായിട്ട് ചെയ്യുന്ന രീതിയിലേക്ക് അവർ മാറും. ആദ്യം തന്നെ പറയുന്ന കേസ് എന്താന്ന് വെച്ചാൽ, ഒരു വക കഴിക്കൂല, ഭക്ഷണം എന്ത് കൊടുത്താലും കഴിക്കൂല എന്ന് ആദ്യം തന്നെ നമ്മളെടുത്ത് പറയുന്ന പരാതി. പക്ഷെ നമ്മുടെ അംഗൻവാടിയിൽ ഓരോ കൃത്യമായ സമയമുണ്ട്. ഇപ്പൊ 10:30 മുതൽ 11 മണിയുടെ ഇടയിൽ എന്തായാലും നമുക്ക് മോർണിംഗ് സ്നാക്സ് കുട്ടികൾക്ക് കൊടുത്തിരിക്കണം. അത് കൃത്യസമയത്ത് കൊടുത്തിരിക്കണം. അത് കഴിഞ്ഞ 12:30 1 മണിക്കുള്ളിൽ നമുക്ക് നോൺ ഫീഡിങ് കൊടുക്കണം. 3 മണി കൃത്യമായിട്ട് നമ്മൾ ജനറൽ ഫീഡിങ്, വൈകിട്ടുള്ള ഭക്ഷണം, അതിനൊരു കൃത്യസമയമുണ്ട്. അപ്പൊ അങ്ങനെ അവർ കൃത്യമായിട്ട് കഴിക്കുമ്പോൾ, പിന്നെ മാത്രമല്ല നമ്മളെ കുട്ടികൾക്കും നമുക്കൊക്കെ ഉള്ള ഒരു സ്വഭാവം, നമ്മളെ വീട്ടില് എത്ര നല്ല സാധനം ഉണ്ടാക്കി കഴിഞ്ഞാലും അടുത്ത വീട്ടില് നമ്മളെ വീട്ടിലേക്കാൾ ഒരു രുചി കുറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ ഭയങ്കര ഇഷ്ടത്തോടെ നമ്മൾ കഴിക്കും. അപ്പൊ നമ്മൾ പറയേ ഈ ഒരു സാധനം കാണാത്ത രീതിയിലുള്ള സ്വഭാവം അങ്ങനെ നമ്മൾ കുട്ടികളെ കുറ്റപ്പെടുത്തുന്ന രീതിയുണ്ട്. അപ്പൊ കുട്ടികൾ ഇത് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ നമുക്ക് കാണാം. അത് നമ്മൾ കൃത്യസമയം വെച്ചിട്ടാണ് അവരത് കഴിക്കുന്നത്. മാത്രമല്ല അവര് കഴിക്കുമ്പോൾ ഒരു കുഞ്ഞു വർത്താനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, അവരെങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ക്യാരറ്റൊക്കെ കഴിക്കാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ക്യാരറ്റൊക്കെ കഴിച്ചു കഴിഞ്ഞാലേ കണ്ണിന് നല്ല തിളക്കണ്ടാവും, അത് സത്യമാണ്, സുന്ദരികളാവും, നല്ല മസിൽ പവർ ഒക്കെ വരും എന്നൊക്കെ പറയുമ്പോൾ ആൺകുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അവര് എന്താ പറയാന്ന് വെച്ചാല് തിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പോലെ മസിലൊക്കെ അവർ നോക്കും കൃത്യമായിട്ട്.
അപ്പോ ഇങ്ങനെ അത് ചെയ്യുമ്പോൾ, കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ശരിക്കും അവരുടെ ഹെൽത്ത് ഒക്കെ ഒന്ന് ഉഷാറായി. നമ്മൾ വരുമ്പം അവരുടെ വെയിറ്റും നോക്കും, ഹൈറ്റ് നോക്കും. ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും നോക്കും, നല്ലൊരു ഗ്രോത്ത് ആ കുട്ടികളുടെ ആ ഒരു പിന്നെ വളർച്ചയിൽ അല്ലെങ്കിൽ അവരുടെ ഹെൽത്തിൽ നമുക്ക് കാണാൻ പറ്റാറുണ്ട്, കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട്. പക്ഷെ നേരെ മറിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നമ്മളെ കുട്ടികൾക്ക്, എൻ്റെ കുട്ടികൾക്ക് ഞാൻ അത് കൃത്യസമയത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ ക്ലാസ് പഠിക്കുന്നവരെ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് വരെ ഞാനത് കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് ഞാൻ നമ്മളെ പേരന്റ് മീറ്റിംഗ് ഒക്കെ വിളിക്കുമ്പോൾ കുട്ടികളുടെ അടുത്ത് അമ്മമാരുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം, ഇവിടുന്ന് അവര് കൃത്യമായിട്ട് ഭക്ഷണം സ്വന്തം കഴിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പണി കുറയാൻ വേണ്ടി, അപ്പൊ നമ്മളെ പരിപാടി എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഭക്ഷണമൊക്കെ റെഡിയാക്കി നമ്മളെല്ലാം ചെയ്യുമ്പം ഇവര് ഒറ്റയ്ക്ക് കഴിക്കുമ്പം കുറച്ചൊക്കെ പുറത്തൊക്കെ പോകും. നമ്മൾ വൃത്തിയാക്കിയ സ്ഥലല്ലേ, രണ്ടാമത് വീണ്ടും പണിയെടുക്കണ്ടേ? അത് നമുക്ക് വീണ്ടും ഒരു ടെൻഷൻ, ഒരു രണ്ടാം പണിയാണല്ലോ, അങ്ങനെയല്ലേ നമ്മൾ പറയാം. ഈ രണ്ടാം പണി ശരിയാവില്ല എന്നാണല്ലോ പറയാം. അപ്പൊ അതിന് വേണ്ടി എളുപ്പപ്പണിക്ക് എന്ത് ചെയ്യും, എത്ര ഇതായാലും നമ്മൾ അവർക്ക് വാരി കൊടുക്കുന്ന സ്വഭാവം ഉണ്ടാകും. ആ ഒരു സ്വഭാവം വരുമ്പോൾ വീണ്ടും അവര് പഠിച്ച കാര്യങ്ങൾ വീണ്ടും മറന്ന് പിന്നെ ഇങ്ങനെ ഒരു ഇതാ. അപ്പോ ഈ ഒരു വർഷം എൻ്റെ അംഗൻവാടി വന്നൊരു കുട്ടി എല്ലാവരും കഴിക്കുന്നുണ്ട്, ഇവള് മാത്രം കഴിക്കുന്നില്ല, എന്ത് പറഞ്ഞിട്ടും കഴിക്കുന്നില്ല. അപ്പൊ എനിക്കും തന്നെ ഇങ്ങനെ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ടെൻഷനായി. ഞാൻ അടുത്ത ദിവസം അമ്മേന്റെ അടുത്ത് ചോദിച്ചു, ഇവള് ഭക്ഷണം കഴിക്കാൻ മടിക്കാണ്, എന്താ കാര്യം ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ടീച്ചറെ ഞാൻ ഭക്ഷണം കഴിക്കാൻ കുറച്ചു നേരം ഫോണ് കൈ കൊടുക്കും, ആ ഫോണ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ എനിക്ക് അതിന്റെ ട്രിക്ക് മനസ്സിലായി. പിറ്റേ ദിവസം ഞാൻ എന്ത് ചെയ്തു, എന്തായാലും എല്ലാരും കഴിക്കും, എനിക്ക് ഒരു കുറച്ച് വെള്ളം കുടിച്ച് ഇങ്ങനെ വൈകുന്നേരം ആക്കുക. അപ്പൊ നമുക്ക് അതിൻ്റെതായ ടെൻഷൻ നന്നായിട്ടുണ്ട്. പിന്നെ മിഠായി ഒക്കെ നന്നായിട്ട് കഴിക്കും. അത് പ്രവേശനോത്സവമൊക്കെ ആവുമ്പം പലരുടെ ഭാഗത്തുനിന്നും ഇഷ്ടം പോലെ മിഠായി വരും, പാക്കറ്റുകൾ. അത് നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്യുക, ഇവര് കരയുമ്പോഴൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിറ്റേ ദിവസം ഞാൻ എൻ്റെ ഫോൺ ഓണാക്കി ഒരു റീലൊക്കെ എടുത്തിങ്ങനെ കാണിച്ചപ്പം അവള് കൃത്യമായിട്ട് ആ ഭക്ഷണം കഴിച്ചു. എനിക്ക് ഭയങ്കര മനസ്സിന് സന്തോഷമായി. പക്ഷെ എനിക്കത് 2 ദിവസമേ ചെയ്യേണ്ടി വന്നുള്ളൂ. പിറ്റേ ദിവസം മുതൽ അത് ഞാൻ ഫോൺ ഓണാക്കി ഞാൻ തന്നെ വാരി കൊടുത്തു, അത് കഴിച്ചു എന്നല്ലാതെ പിറ്റേ ദിവസം മുതൽ ആള് ഉഷാറായിട്ട് ഭക്ഷണം കഴിച്ച് സ്വന്തം കൈയൊക്കെ കഴുകി 2 കൈ ഇങ്ങനെ കാണിച്ചു തരും, വൃത്തിയായിട്ട് കൈയൊക്കെ കാണിക്കാൻ തുടങ്ങി. അപ്പോ പിന്നെ എല്ലാ ഭക്ഷണവും കൃത്യമായിട്ട് എല്ലാത്തിനും ഒരു അത് എപ്പോഴും ചോദിക്കും, ഇറച്ചി ഉണ്ടാവുമോ എന്ന്. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുക. അത് എഗ് ബിരിയാണിയാണ് ഉണ്ടാക്കുക. ഇപ്പൊ നമുക്കത് അംഗൻവാടിയിൽ എഗ് സപ്ലൈ ചെയ്യാത്തത് കൊണ്ട് ഓരോ രക്ഷിതാക്കളും ചിക്കൻ നമുക്ക് വാങ്ങിച്ചു തരും. അപ്പൊ നമ്മൾ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ ഇപ്പത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എളുപ്പത്തിന് ഉണ്ടാക്കുന്ന ഭക്ഷണം അതാണല്ലോ. ഏതാ, ഇപ്പോ പിന്നെ സാദാ ചോറ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു കറി ഉണ്ടാക്കണം, ഒരു ഉപ്പേരി ഉണ്ടാക്കണം, പപ്പടം ഉണ്ടാക്കണം, അങ്ങനെ കണ്ട സാധനം മുഴുവൻ ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ എളുപ്പത്തിന് എന്ത് ചെയ്യും, പെട്ടെന്ന് കുറച്ച് ചിക്കനും കരി വാങ്ങി വേഗം കുക്കറിലിട്ട് പരിപാടി കഴിഞ്ഞു. നമ്മളെല്ലാതും എന്താണ് ഒക്കെ എളുപ്പത്തിൽ ചെയ്ത് തീർക്കുക എന്നുള്ളതോടുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ എളുപ്പം പലതും പല രീതിയിലും നമ്മളെ മാറ്റുന്നു, നമ്മളെ ഹെൽത്തിനെ ബാധിക്കുന്നു. നമുക്ക് എന്താ പറയാ, ഡെയിലി ഈ ജീവിതശൈലി രോഗങ്ങൾ പെട്ടെന്ന് വരാൻ എളുപ്പമാവും, ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ എല്ലാം നമ്മൾ എല്ലാ കാര്യങ്ങളും വിരൽത്തുമ്പിലാണ്, നമുക്ക് എന്തും എല്ലാം വിരൽത്തുമ്പിലേക്ക് മാറിയത് കൊണ്ട് തന്നെ നമ്മൾ മടിച്ചുകളായി മാറിയിട്ടുണ്ട്. ഞാൻ നിങ്ങളൊക്കെ അടക്കം മടിച്ചുകളായി മാറിയിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ്. അപ്പോ നമ്മൾ ആദ്യം ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കണം, അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന ആദ്യത്തെ ഒരു പാരന്റിന്റെ കാര്യം അതിലേക്ക് വരുമ്പോ അത് തുടങ്ങാൻ കാര്യം, ഇപ്പൊ അംഗൻവാടിയിൽ നമ്മൾ ഒരു വർഷം ചിലപ്പോൾ കുട്ടികളെ കൊണ്ടാക്കും. ഈ കൊണ്ടാക്കുന്നതിന്റെ ഒരു കാര്യം വരുമ്പം ഭയങ്കരമായിട്ട് നല്ല അച്ഛനും അമ്മയൊക്കെ ഒരുമിച്ച് വന്ന് അവർ അഡ്മിഷനൊക്കെ എടുത്ത് നല്ല രീതിയിൽ മിഠായിയൊക്കെ തന്ന് ഒരു വർഷം നന്നായിട്ട് അടിച്ചു പൊളിച്ചു പോയി. രണ്ടാമത്തെ വർഷം നമ്മൾ മെയ് 31 പ്രവേശനോത്സവത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വിളിച്ച് ചോദിക്കും, കാര്യമായിട്ട് ചോദിക്കും, അല്ല ആരൊക്കെ കുട്ടികൾ ഇതിനകത്ത് വരുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെ പറയാൻ മടിക്കും. ചിലവര് പറയും, ടീച്ചറെ ഞങ്ങള് LKG ഒന്ന് മാറ്റി ചേർക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ഈ മാറ്റി ചേർക്കാൻ പലപ്പോഴും വരെ ചേർക്കുമ്പോൾ ഈ കുട്ടികൾക്ക് ഒരു കാരണവശാലും അംഗൻവാടിയിൽ നിന്ന് പോകാൻ താല്പര്യമില്ല. ഇവിടെയാണ് നമ്മൾ ആദ്യത്തെ പാരന്റിങ്ങിന് പ്രയോറിറ്റി കൊണ്ടുവരുന്നത്. ഇവിടെ കുട്ടികൾക്കല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, നമുക്കാണ്. കാരണം അംഗൻവാടി എന്ന സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കുട്ടികളെ കൊണ്ടുവരുന്നത് നടന്നിട്ടായിരിക്കും.
കൂടുതലും വണ്ടിയും കാര്യങ്ങളൊന്നും കൂടുതലും ഉപയോഗിക്കുന്നില്ല. പക്ഷെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് നമ്മളെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ വണ്ടി വരുന്നു, നമ്മളെ കുട്ടികളെ അതിൽ കയറ്റി വിടുന്നു, തള്ളി വിടുന്നു, ഭക്ഷണം കൊടുക്കുന്നു, അവര് കഴിക്കണ്ടോ ഒന്നും നമുക്കറിയില്ല. നമുക്ക് എളുപ്പത്തിനുള്ള പണി നമ്മൾ ചെയ്യാം. അപ്പോ ഇതാണ് ആദ്യത്തെ, ഈ കുട്ടികളുടെ ചിന്ത, അവരെന്താണ് ആഗ്രഹിക്കുന്നത്, അവരുടെ കാര്യങ്ങൾ എന്താണെന്നൊന്നും ചിന്തിക്കാതെ ഞാൻ എന്താണോ തീരുമാനിച്ചത്, ഞാൻ എന്ന പാരന്റ് എന്താണോ തീരുമാനിച്ച് അത് കുട്ടികളിൽ നടപ്പാക്കുക. അതാണ് ആദ്യത്തെ പാരന്റ് അതാണ് വരുന്നത്. അതിൽ നിങ്ങൾ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് അവസാനം അതിന്റെ കൺക്ലൂഷൻ പറയുമ്പോൾ ബാക്കി പറയാം. രണ്ടാമത് വരുന്ന പാരന്റ് എന്ന് വെച്ചാല് അതോറിറ്റേറിയൻ പാരന്റ്. അതൊന്നും വ്യത്യസ്തമാണ്. അത് അവരെന്താന്ന് വെച്ചാല് നമ്മള് കുട്ടികളുടെ അടുത്ത സുഹൃത്തുക്കളാവും. അവര് പറയുന്നത് കേൾക്കുക. നമ്മളെപ്പോഴും ഒരു ലിസണർ ആവണം എന്ന് പറയാറുണ്ടല്ലോ. നമ്മൾ ക്ലാസ്സുകളെ കേൾക്കുമ്പം മറ്റുള്ളവരെ കേൾക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മളെ കുഞ്ഞു കുട്ടികൾക്ക്, നമ്മളെ കുട്ടികൾക്കൊക്കെ ഒരുപാട് കാര്യം നമ്മളെ അടുത്ത് പറയാനുണ്ടാവും. അവരെ കേൾക്കാൻ നമ്മൾ അവരെ കേൾക്കാൻ തയ്യാറാവുക. പിന്നെ അവരോട് ചങ്ങാതിമാരാവുക. ചില കുട്ടികളൊക്കെ പറയാറുണ്ടല്ലോ, ചില ക്ലാസ്സുകളൊക്കെ നിങ്ങൾ പാരന്റ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നിങ്ങളടുത്ത് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ കുട്ടിയുടെ അടുത്ത സുഹൃത്താണോ, നിങ്ങൾ ചങ്ങാതിമാരുമായി അതേപോലെ നിൽക്കാറുണ്ടോ, അതോ ഈ ഒരു വല്ലാത്തൊരു അതിർവരമ്പിട്ടിട്ടാണോ നിൽക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ഇവരുടെ എല്ലാ കാര്യങ്ങളും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ അവരിലേക്ക്, അതായത് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ നമ്മൾ നിന്നുകൊടു. അതിന് കവിയാനും പാടില്ല. എല്ലാ ഇഷ്ടങ്ങളും ഒന്നല്ല. ഇപ്പം വീട്ടിൽ നമ്മളൊരു പണി എടുക്കുന്ന സമയത്ത് നമ്മളെ ശല്യം ചെയ്യാതിരിക്കുക. നമ്മൾ ഇപ്പൊ ചെയ്യുന്ന വലിയൊരു പണി എന്താ, വേഗം ഫോൺ കൊടുക്കുക. ഫോൺ റീൽ ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിയുന്നത് വരെ എന്താവും, അവരത് കണ്ടിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഫോണിന് ആവശ്യം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഫോൺ ചോദിക്കുമ്പോ എന്താ, അവര് തരാൻ കൂട്ടാക്കൂല. അവിടെ നിന്ന് പിന്നെ ഭയങ്കര യുദ്ധമാണ്. അവിടെയാണ് നമ്മുടെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ആദ്യത്തെ പാരന്റ്. മൂന്നാമത് വരുന്നത് പെർമിസീവ് പാരന്റ് എന്നാണ്. ഇവരുടെ ഒരു രീതി എന്താന്ന് വെച്ചാല് കുട്ടികളുടെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധ ഉണ്ടായില്ല. അവരെ വഴിക്ക് അങ്ങനെ അങ്ങോട്ട് വിടുക, നമ്മളെ പണി ഇങ്ങനെ എടുക്കുക. ഇത്തരം പാരന്റിങ്ങളൊക്കെ ഞാൻ പറയുന്ന 4 തരം പാരന്റിങ്ങും എനിക്ക് നല്ല അനുഭവമുള്ള ആളുകളാണ്. ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ അവരെ ഇഷ്ടത്തിന് ഇങ്ങനെ വിട്ടുകൊടുക്കുക. അവരെന്താ ചെയ്യട്ടെ, അവർ പഠിക്കണമെങ്കിൽ പഠിക്കട്ടെ, പോണെങ്കിൽ പോവട്ടെ. അതൊക്കെ അങ്ങനെയുള്ള ഒരു രീതിക്ക് കുട്ടികളുടെ ഭാഗം ചില ബന്ധങ്ങൾ ഇല്ലാതിരിക്കാം. ഇപ്പോ നിങ്ങളെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടാവാം, ചെറിയ ക്ലാസ്സുകൾ പഠിക്കുന്നുണ്ടാവും, അതേപോലെ LKG UKG അങ്ങനെയൊക്കെ പോകുന്ന കുട്ടികളുടെ പാരന്റ് ഒക്കെ തന്നെയാണല്ലോ ഇരിക്കുന്നതൊക്കെ. അവര് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാല് അവരോടൊപ്പം ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കാറുണ്ടോ? സംസാരിക്കുന്നത് ആരൊക്കെയാണ് ഒന്ന് പറയാവോ? പറഞ്ഞു, മൈക്ക് ഓൺ ആക്കിയിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ അവിടുന്ന് കൈ വയ്ക്കാൻ മതി. സംസാരിക്കാറുണ്ട്. എന്തൊക്കെയാ ചോദിക്ക? ഇന്നെന്തെല്ലാം പഠിച്ചതെന്ന് ചോദിക്കും. പിന്നെ എന്തായാലും ഫുഡ് ഉള്ളതെന്ന് ചോദിക്കും. പിന്നെ ടീച്ചർ എന്തൊക്കെ എന്നോട് ചോദിച്ചെന്ന് ചോദിക്കും. എത്ര സമയം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യും? അരമണിക്കൂർ അവര് എടുത്തിരുന്ന എല്ലാ കാര്യങ്ങളും ചോദിക്കും. ഓള് പറയുന്നത് നമ്മള് കേട്ടു ഇരിക്കണം. അല്ല, ഇയാൾക്ക് എത്ര മക്കളുണ്ട്? ഹലോ, എത്ര മക്കളുണ്ട് ഇപ്പൊ സംസാരിച്ച ആൾക്ക്? 3 ആള്. മൂന്നാളോ? ഇനി അടുത്ത ആള് പറ. വേറെ ആരൊക്കെ സംസാരിക്കാറ്? മൈക്ക് ഓണല്ല, മൈക്ക് ഓൺ ആക്കിയിട്ട് അത് പറഞ്ഞു. അത് വേറെ ഒന്നും അല്ല, നമുക്ക് കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പറയാണ്ട്. നിങ്ങൾ പറയണം. സംസാരിക്കാറുണ്ട്. സംസാരിക്കാറുണ്ട്. എന്തൊക്കെ എങ്ങനെയാണ്? പിന്നെ നല്ല സൗഹൃദപരമായിട്ടാണോ ചോദിക്കാറ്? പിന്നെ പിന്നെ ഫുഡ് കഴിച്ചേ ചോദിക്കും. ടീച്ചർ എന്തൊക്കെ
പിന്നെ എന്താ എഴുതിയോ പഠിപ്പിച്ചെന്താണ് ചോദിക്കും. ആ ലാസ്റ്റ് ചോദിക്കുള്ളൂ. സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ടോ? അതൊക്കെ ചോദിക്കും ആദ്യം. പഠിച്ചൊക്കെ ലാസ്റ്റേ ചോദിക്കുള്ളൂ. ആദ്യം വിശേഷങ്ങളൊക്കെ ചോദിക്കും. പിന്നെ അവരുടെ ക്ലാസ് ടീച്ചേഴ്സിനെ കുറിച്ചും മറ്റു വിഷയങ്ങൾ എടുക്കുന്ന ടീച്ചർമാരെ കുറിച്ചൊക്കെ അവര് നിങ്ങളുടെ അടുത്ത് പറയാറുണ്ടോ? എങ്ങനെ കൂടുതൽ താല്പര്യം, ഇന്ന ടീച്ചറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, ഇന്ന വിഷയത്തിന് ടീച്ചർ, അങ്ങനെയൊക്കെ പറയാറുണ്ടോ? ഒക്കെ പറഞ്ഞുതരും. അപ്പോ വന്നവരൊക്കെ അങ്ങനത്തെ ആളുകളാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത് നമ്മൾ ചോദിക്കണം. എനിക്ക് 3 മക്കളാ. ഈ 3 മക്കള് ഞാൻ അംഗൻവാടി വിട്ട് അന്ന് 3:30 ആകുമ്പോൾ അംഗൻവാടി വിടും. ഏകദേശം ഒരു 4-4:30 ആകുമ്പോൾ, വലിയ ദൂരമൊന്നുമില്ല, ഒരു 15 മിനിറ്റ് ദൂരേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ ആദ്യം വലിയ ആള് വരും, പിന്നെ രണ്ടാമത്തെ ആള് വരും, പിന്നെ ചെറിയ ആള് വരും. 3 ആളും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ അരമണിക്കൂർ കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കും. ഇരുന്ന് സംസാരിക്കുന്നതില് മോളുടെ പിന്നാലെ കൂടിയപ്പോ ബാലന്മാരെ കുറിച്ച് പറയും. ഇന്ന വഴിയിൽ നിന്ന് ഇന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ പറഞ്ഞു, അങ്ങനെ കാര്യങ്ങൾ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിക്കും. അതിന്റെ ഇടയിൽ ഇവള് പോയിട്ട് ചായക്കുണ്ടായിട്ട് ഇട്ടിട്ട് കൊണ്ടുവരും. അതൊക്കെ കുടിച്ച് ഇങ്ങനെ കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കും. പിന്നെ ഞാൻ വേറൊന്ന് ചോദിക്കുന്നത്, അങ്ങനെ സംസാരിക്കുന്നതോടുകൂടി നമുക്ക് ആ സ്കൂളിലെ ടീച്ചേഴ്സിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ ഉണ്ടാവും. അല്ലെങ്കിൽ അവരേറ്റവും കൂടുതൽ സംസാരിക്കണം. അതിൽ നിന്ന് നമ്മുടെ വിഷയങ്ങളിൽ ഏതിലാണ് ഇവർ പിന്നോട്ട് പോകുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ, ഇപ്പൊ ചെറിയ ആള് ഇപ്പൊ ഡിഗ്രി ഫൈനൽ വരെ കഴിഞ്ഞു. പിന്നെ അവിടെ എല്ലാ ക്ലാസ്സിലും അവിടെ തൊട്ട് 1 മുതലുള്ള എല്ലാവരും, കാരണം അംഗൻവാടിയിൽ എല്ലാവരും ടീച്ചർ ഞാൻ തന്നെ ആയിരുന്നു. അവർ അംഗൻവാടി മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പിന്നെ നേരിട്ട് സ്കൂളിലേക്ക് പോയേക്കാം. അവിടെ 1 മുതൽ അവരിപ്പം ലാസ്റ്റ് വരെ നിൽക്കുന്ന സമയം വരെ ഞാൻ പോകും, ചോദിക്കും. അതിന് ഞാനൊരു സമയം കണ്ടെത്താറുണ്ട്. പലപ്പോഴും ടീച്ചേഴ്സ് പറയാറുണ്ട്, ഇത്രം വരുന്ന രക്ഷിതാക്കള് ചുരുക്കം പേര് മാത്രമേ നമ്മളായിട്ട്, നിങ്ങൾ പാരന്റ്സ് മീറ്റിംഗ് ചെല്ലുമ്പോൾ അവർ പറയാറുണ്ട്, നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മളായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം, നിങ്ങളെ കുട്ടികളെ കുറിച്ച് നിങ്ങൾ അറിയണം എന്നൊക്കെ പറയാറുണ്ട്. അതിലൊക്കെ ഒരുപാട് സത്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മളെ കുട്ടികളെ കുറിച്ച് അറിയാൻ പറ്റും. അപ്പോൾ ഒരു ഒരു സ്കൂള് എന്ന് പറഞ്ഞത് അവിടുത്തെ അധ്യാപകർ മാത്രം, നമ്മളെ കുട്ടികൾ മാത്രമല്ല, രക്ഷിതാവും കുട്ടികളും അധ്യാപകരും അടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ് ശരിക്കും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും. അപ്പം അതിലേക്ക് നമ്മൾ ഇപ്പം ഞാൻ അംഗൻവാടി കേസ് പറയാൻ തന്നെ, നമ്മളൊരു പ്രവൃത്തി കൊടുക്കുന്ന സമയത്ത് 20-30ഓളം കുട്ടികൾ എനിക്കുണ്ട്. അതില് ഒരു 15 കുട്ടികളുടെ രക്ഷിതാക്കൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർ ചാർട്ടിൽ ചിത്രങ്ങൾ ഒട്ടിച്ചു കൊണ്ടുവരിക, പിന്നെ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ കൃത്യമായിട്ട് ചെയ്തു വരും. ചിലവര് ഈ ബാഗ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇന്നലെ കൊണ്ടുപോയ എല്ലാ സാധനങ്ങളും അതൊന്നും അത് മാറിയിട്ട് തന്നെ ഉണ്ടാവില്ല. നോക്കുമ്പം താത്താരെ പുസ്തകം ഉണ്ടാവും, കാക്കാരെ പുസ്തകം ഉണ്ടാവും, പിന്നെ എന്തെങ്കിലും ഖുർആന്റെ ചെറിയ ബുക്ക് വരും. അപ്പൊ എനിക്ക് കൂടുതൽ ഹിന്ദു കുട്ടികളില്ല, ഒക്കെ ഇസ്ലാം മത കുട്ടികളാണ്. ഖുർആനൊക്കെ ഉണ്ടാവില്ല ചില ബാഗിലൊക്കെ ഞാൻ പരിശോധിക്കുമ്പോൾ. അപ്പൊ എന്താന്ന് വെച്ചാല് ഇവര് ശ്രദ്ധിക്കുന്നില്ല നമ്മളെ കുട്ടികൾ എന്താണ് അകത്തിന് ഇത് കയറ്റിയത്. ഇപ്പൊ നമ്മളെ അംഗൻവാടിയിൽ കുറച്ച് ടോയ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ ചിലവര് അത് ഇഷ്ടത്തിന് പെറുക്കി അവരെ ബാഗിലിട്ട് കൊണ്ടുപോകും, നമ്മൾ ശ്രദ്ധിക്കൂല. പക്ഷെ ചില രക്ഷിതാക്കൾ, ടീച്ചർ ഇന്നലെ ഇവിടുന്ന് എടുത്തുകൊണ്ടുവന്ന സാധനമാണ് ഇത്, പിന്നെ നേരത്തെ അവിടെ വീട്ടിലെത്തി അവര് നോക്കുമ്പോൾ തന്നെ നമുക്ക് കോള് വരുമ്പോ അല്ലെങ്കിൽ മെസ്സേജ് വരുമ്പോ അറിയാം അവരിന്ന് കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇന്ന് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അല്ലാതെ ഈ കളിക്കോപ്പ് കാണൂലല്ലോ. എന്നാൽ ചിലവരെടുത്ത് ചിലപ്പോൾ ഈ കൊണ്ടുപോയത് അത്രയും എത്രയോ വലിയ ലഗേജ് കൊണ്ടുവരുന്ന രീതിയിൽ കുട്ടികളുടെ ബാഗിലുണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുട്ടികളുമായിട്ട് കൂടുതൽ സംസാരിക്കുക, അവരേറ്റ് കൂടുതൽ എങ്കിൽ മാത്രമേ അവരിലേക്ക് നമുക്ക് എത്താനും നമ്മളിലേക്ക് അവരെത്താനും പറ്റുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ സംസാരിക്കുക, എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ കുറെ കാര്യങ്ങൾ അവരെടുത്ത് ചോദിക്കുക, അവർ കൃത്യമായിട്ട് പറയും. കാര്യം എന്താന്ന് വെച്ചാല് അവരുടെ വലിയൊരു ചെറിയ മനസ്സിൽ എന്താ ഉണ്ടാവുക എന്നല്ല അറിയോ, എന്നെ കേൾക്കാൻ എൻ്റെ അമ്മയുണ്ട്, എൻ്റെ അച്ഛനുണ്ട്, എനിക്ക് അവരുടെ അടുത്ത് എന്തും പറയാം എന്നുള്ളതാണ്. നിങ്ങള് പിന്നെ ബെഞ്ചമിൻ വെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ആളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും? ജാസ്മിൻ മാം? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നാണോ പറഞ്ഞ? ബെഞ്ചമിൻ വെസ്റ്റ്.
വെസ്റ്റ് ബെഞ്ചമിൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അത്ര അറിയില്ല. ആ ഒരു അവര് കോട്ടൊക്കെ എന്താന്ന് വെച്ചാല് ലോക പ്രസിദ്ധനായ ഒരു ചിത്രകാരനാണ്. ആ കഥ കേട്ടിട്ടുണ്ടോ? ചിലപ്പോ കേട്ടിരിക്കാൻ വഴിയുണ്ട്. എന്നാലും ഞാൻ പറയാം, കേട്ടാലും കേട്ടില്ലെങ്കിലും ഞാൻ പറയാം. ബെഞ്ചമിൻ വെസ്റ്റ് എന്ന് പറഞ്ഞത്, അദ്ദേഹം ആദ്യം തന്നെ പറയുന്നത് എൻ്റെ അമ്മയുടെ ചുംബനമാണ് എന്ന് എന്നെ ലോകപ്രസിദ്ധനായ ചിത്രകാരനാക്കിയത് എന്ന് പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാല് ഈ ബെഞ്ചമിൻ ഒരു അനിയത്തിക്കുട്ടിയുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ എപ്പോഴും ചെറുതിലെ കുട്ടികളുടെ സ്വന്തമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. നമ്മളിപ്പോഴും എത്ര വലിയ കുട്ടികളായാലും നമ്മൾ അവരെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്ത ഒക്കെ നമ്മൾ ചെയ്യണം എന്നുള്ള രീതിയിൽ നിൽക്കാറുണ്ടല്ലോ. എത്ര വലുതായാലും ഇപ്പൊ നമ്മളൊക്കെ നമ്മളെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മളെക്കാളും പ്രായമുള്ള നമ്മളെ ഉമ്മമാരൊക്കെ എന്ത് ചെയ്യും, അവരൊക്കെ കൃത്യമായിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് നല്ല പണിയെടുക്കുമ്പോൾ നമ്മളിങ്ങനെ മടിച്ചുകളായിട്ട് ഇരിക്കും. ഞാനൊക്കെ അതിൽ പെട്ട ഒരാളാണ് കേട്ടോ. ഇവിടെ എൻ്റെ അമ്മ വന്ന് അടങ്ങി നിൽക്കൂല, പക്ഷെ അമ്മ എല്ലാ പണിയെടുക്കും. ഞാൻ ഭയങ്കര മടിച്ച ആ കാര്യത്തിലൊക്കെ. ഇപ്പോഴും അച്ഛനുള്ള സമയത്തൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛന് ചോറൊക്കെ വാരിത്തരും. സ്റ്റക്കായല്ലോ ശ്രീജമ്മ. ശ്രീജ മാമിന് നെറ്റ് പോയതാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല ഇന്ററാക്റ്റീവ് സെക്ഷൻ, ക്ലാസ് ഒക്കെ കൊള്ളാം. വന്ന് ഓക്കെ. മൈക്ക് ഓഫ് ആയിരിക്കാം. ഇടയ്ക്ക് മൈക്ക് പോയത് സ്റ്റക്കായി ഇടയ്ക്ക്. വേറൊന്നുമല്ലല്ലോ. അപ്പോ ഇല്ല. ബെഞ്ചമിന്റെ അമ്മ ഈ കുട്ടിയെ, ഈ ചെറിയ താഴെയുള്ള അനിയത്തി കുട്ടിയെ ബെഞ്ചമിനെ ഏൽപ്പിച്ചിട്ട് പുറത്തു പോവുക. അപ്പൊ കുട്ടിയെ നോക്കാൻ വേണ്ടി ആക്കിയിട്ട് പുറത്തേക്ക് എന്തോ ആവശ്യത്തിന് പോയതാ. തിരിച്ചു വന്ന സമയത്ത് പിന്നെ അമ്മ കണ്ട കാഴ്ച, അമ്മ പോയതിനു ശേഷമാണ് കുട്ടി ഇങ്ങനെ റൂമിൽ പരതിയപ്പം കുറെ പല നിറത്തിലുള്ള മഷികൾ ഇങ്ങനെ കുപ്പിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോ ബെഞ്ചമിൻ ഇങ്ങനെ കൗതുകം തോന്നി, എനിക്ക് ഇതുകൊണ്ടൊന്ന് വരച്ചു നോക്കണം. അതിന് ആദ്യം തന്നെ അതിന്നൊരു ഒരു പെൻസിൽ എടുത്തിട്ട് ആദ്യം ഈ സാലിയാണ് അനിയത്തിക്കുട്ടിയുടെ പേര്, അനിയത്തിക്കുട്ടിയുടെ ചിത്രം വരച്ചിട്ട് ആദ്യം അത് ചുമരിൽ തൂക്കി. പിന്നെ ബാക്കി അപ്പൊ അത് ചെയ്യുമ്പോ ചെറിയ കുട്ടിയല്ലേ, ചെയ്യുമ്പോ എന്തായാലും ഈ മഷിയും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ എല്ലായിടത്തും പോയിട്ടുണ്ടാവും. നന്നായിട്ട് മൊത്തം ആയി നിൽക്കുമ്പോൾ അമ്മ കയറി വരുന്ന സമയത്ത് നന്നായിട്ട് വൃത്തിയാക്കി പോയ സ്ഥലം മുഴുവൻ കുട്ടി ആകെ നാശാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ കേൾക്കുന്നില്ലേ? അപ്പൊ നാശാക്കി വെച്ച സമയത്ത് ഇങ്ങനെ നമ്മളായാലും വരുമ്പോ ഒന്ന് സ്റ്റക്ക് ആവൂല്ലേ. നമ്മൾ അത്രയും വൃത്തിയാക്കി വെച്ചു, നമ്മളെ കാര്യത്തിന് പോയി, വീണ്ടും ഇവിടെ വന്നിട്ട് വേറെ എന്തൊക്കെ ഉദ്ദേശിച്ചായിരിക്കാം നമ്മൾ പോയത്. അതിൽ അമ്മ ഇങ്ങനെ വന്ന് കുറച്ചിങ്ങനെ നോക്കുമ്പോ ഒരു ചുമരില് ചിത്രം കണ്ടു, അനിയത്തിക്കുട്ടിയെ വരച്ച് തൂക്കിയേക്കുക. അപ്പോ ഈ അമ്മ ഓടിച്ചെന്ന് കുട്ടീനെ വാരി പുണർന്നുകൊണ്ട്, സന്തോഷം കൊണ്ട് കണ്ണീര് വന്നു, കുട്ടിയെ വാരി പുണർന്നു, നെറ്റിയിൽ ചുംബിച്ചു എന്നുള്ളതാണ്. ഈ ഒരവസ്ഥ നമ്മളെ വീട്ടിലാണെങ്കിൽ നിങ്ങളൊക്കെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഒന്ന് പറയാമോ? എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഞാൻ പറയാം, ഞാനാണെങ്കിൽ അടിച്ചു വഴക്കിനി ഒന്നും വേണ്ട, മനുഷ്യനെ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച കാര്യങ്ങൾ അവൻ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി, ഇനി ആ കുട്ടീനെ അന്നത്തെ ദിവസം ഫുള്ളായിട്ട് ആ കുട്ടി തന്നെ ആയിരിക്കും, അതന്നെ നമ്മളെ കുട്ടിയെന്ന് ചിന്തയില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ അവസ്ഥയാണ് പറയണത്. അന്നത്തെ സമയത്ത് ഞാനാണെങ്കിൽ അതായിരിക്കും എന്ന് ഞാൻ ചെയ്യൂല കേട്ടോ. പക്ഷെ നിങ്ങളാണെങ്കിലോ? ആദ്യം നമ്മളൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പൊ പിന്നെ ക്ലാസ്സുകളൊക്കെ കേട്ട് പിന്നെ നമ്മക്കും കുറേ ഇതായി.
അല്ല, അന്നത്തെ അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ വരിക. ഇതിൽ ഒരാൾ ഒന്ന് രണ്ടാൾക്കാർ മാത്രം പ്രതികരിക്കുന്നുള്ളൂ, ബാക്കിയുള്ളവർക്ക് എന്ത് പറ്റി? ഇത് ഓണാക്കി വെച്ചിട്ട് വേറെന്തോ പണി വീട്ടിലെടുക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, ആരും വേറെ പണിയൊന്നും എടുക്കണില്ല. മാം പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ആ, കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിയും പൂരം തന്നെ ആയിരിക്കും. പക്ഷെ ഇപ്പൊ കൊറേ വ്യത്യാസം നമുക്ക് വന്നിട്ടുണ്ടല്ലോ. അത് ഇപ്പൊ നമ്മളിതൊക്കെ കേട്ടോണ്ടാ. പക്ഷെ ഈ ഒരു സമയത്ത് ഒന്നും കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പണി ആദ്യമായിരിക്കും. അതോടുകൂടി എന്തായിരിക്കും? ആ കുട്ടിയുടെ ആ കലാവാസന അവിടെ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് ഒരു കാരണവശാലും മുന്നോട്ട് കയറി വരാൻ പറ്റൂല. അപ്പോ അന്ന് അത്രയും ഒരു പുരോഗമനമൊന്നും ഇല്ലാത്തൊരു കാലത്ത് ആ അമ്മ അത് ചെയ്തതുകൊണ്ട് ആ കുട്ടി പിന്നീട് ആ കുട്ടിക്ക് എനിക്ക് നല്ലൊരു കഴിവുണ്ട്, ഇത് നന്നായിട്ട് വികസിപ്പിച്ചെടുക്കണം, അതിനെ അമ്മ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു. എന്നും ആ കുട്ടി പറയുന്നത്, അങ്ങനെ ഒരു നെറ്റിയിൽ എനിക്കൊരു ചുംബനം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഇന്ന് ലോക പ്രശസ്തനായ ഒരു ചിത്രകാരനാവില്ല എന്നുള്ളതാണ്. അപ്പോ നമ്മളെ മക്കളെ എന്ത് തന്നെ നമ്മളെ മക്കളെ സ്കൂളിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ പരാജിതരായിരിക്കാം. നമ്മൾ വിചാരിച്ച പോലെ അത്രയും മാർക്കുകൾ അവർക്ക് കിട്ടിയിട്ടൊന്നും ഉണ്ടായിട്ടുണ്ടായിരിക്കും. എന്ത് തന്നെ കൊണ്ടുവന്നാലും അത് നമ്മൾ സ്വീകരിക്കുക. തീർച്ചയായിട്ടും അത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറയാം. കുഴപ്പമില്ല, ഇത് ഇപ്രാവശ്യം വന്നല്ലേ, അടുത്ത പ്രാവശ്യം വേറെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്കത് മാറ്റാം. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഒന്ന് അവരോട് ചേർത്ത് പിടിച്ചിട്ട് അവിടെ സംസാരിക്കുമ്പം തീർച്ചയായിട്ടും അവരുടെ ആ ഒരു എന്താ പറയാ, അവർക്ക് എന്തൊക്കെ ചെയ്യണം, ഞാൻ ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, എനിക്ക് എൻ്റെ പിൻബലമായിട്ട് എപ്പോഴും എന്നോട് ഒപ്പം നിൽക്കാൻ എൻ്റെ രക്ഷിതാക്കളുണ്ട് എന്നുള്ള ചിന്ത ആ കുട്ടിയിൽ വരും എന്നുള്ളത് തന്നെയാണ്. അപ്പോ ഇനി നാലാമത്തെ ആളെന്ന് പറയുന്നത് അൺഇൻവോൾവഡ് പേരന്റ് ആണ്. നമുക്കറിയാം, ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ തന്നെ ഉണ്ട്, അൺഇൻവോൾവഡ് ആണ്. ഇൻവോൾവഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടിച്ചേര്, എന്ന് പറഞ്ഞാൽ കൂടിച്ചേരില്ല എന്നുള്ളതാണ്. ഇവരുടെ കാര്യത്തിലും നമ്മൾ ഫസ്റ്റ് അല്ലെങ്കിൽ മൂന്നാമത് പറഞ്ഞ ആ ഒരു കാര്യത്തിൽ വലിയൊരു താല്പര്യമൊന്നും ഇല്ലാതെ എന്താവും, ഇവർക്ക് കൂടുതൽ കുട്ടികളെ അവരെന്തൊക്കെ ചെയ്തോട്ടെ, വലിയൊരു താല്പര്യമൊന്നും ഉണ്ടാവൂല. പിന്നെന്താ, കുട്ടികൾക്ക് കിട്ടേണ്ട പ്രോത്സാഹനം മറ്റു കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ടാവില്ല. അവരെപ്പോഴും അവരെന്താണോ ജോലി ചെയ്യുന്നത് ആ ജോലിയിൽ അവർക്ക് ഉയർന്നു വരണം, സമ്പാദിക്കണം. അങ്ങനെ കുട്ടിക്ക് എന്തായാലും കുട്ടി ചോദിക്കുന്നതൊക്കെ കൊടുക്കുന്നുണ്ടാവും. ഇപ്പൊ കുട്ടി സ്കൂളിൽ പോകാൻ പുസ്തകത്തിന് പൈസ ചോദിക്കുമ്പോൾ കൊടുക്കുന്നുണ്ടാവും, എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അത് എത്രമാത്രം കുട്ടി വിനിയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം അതിൽ പിന്നെ ആ കുട്ടി അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്, ഒന്നും ചിന്തിക്കില്ല. എല്ലാം കൊടുക്കും, എല്ലാ സംഗതി, പൈസ വേണമെങ്കിൽ പൈസ, എന്ത് വേണമെങ്കിൽ എല്ലാം കൊടുക്കും. പക്ഷെ അതൊന്നും അവരുടെ കൺട്രോളിലായിരിക്കൂല. അവർ ചിലപ്പോ ഒരു പക്ഷെ ഈ കുട്ടീനെ പ്രത്യേകിച്ച് നമ്മളെ അച്ഛന്മാരായിരിക്കും കൂടുതൽ അങ്ങനെ വരിക. എന്തെങ്കിലും ആവട്ടെ, ഞമ്മമാര് ജോലിയുള്ളവരും അങ്ങനെ എന്തായാലും പറഞ്ഞത് ഇന്നിപ്പോ ഒരു സാധനം വേണമെന്നുണ്ടൊക്കെ കൊടുക്കും. അപ്പോ ഞാൻ ഈ ഒരു 4 വിഷയത്തെ അല്ലെങ്കിൽ ടോപ്പിക്കിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോഴും കേട്ട് കഴിഞ്ഞപ്പോഴും ഞാൻ ആദ്യമൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. എൻ്റെ മക്കള് ഞാൻ പറഞ്ഞ രീതിക്ക് അവര് പഠിക്കണം, അവരെന്താണോ ഞാൻ എന്താണോ വിചാരിച്ചത് പഠിക്കണം, ഞാൻ വിചാരിച്ച വസ്ത്രം അവര് ഇടണം, ഇന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോണ്ടെന്ന് പറഞ്ഞ പോവാൻ പാടില്ല. അത്രമാത്രം ഭയങ്കര അവരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പക്ഷെ അവരെന്തൊക്കെയോ ആവും എന്നുള്ള രീതിയിലൊക്കെ എൻ്റെ കൈപ്പടിയിൽ മാത്രമായിരുന്നു. അങ്ങനെ ഞാന് അംഗൻവാടി ജോലി കിട്ടി, നമുക്ക് ജോലി കിട്ടിയതിന് ശേഷമാണ് ട്രെയിനിങ് വരിക. ട്രെയിനിങ് 1 മാസം പത്തനംതിട്ടയിലായിരുന്നു. പത്തനംതിട്ട ട്രെയിനിങ്ങിന് പോയ സമയത്ത് വീട്ടില് അമ്മയൊക്കെ വിളിച്ച് നിർത്തി. അങ്ങനെ ഞാൻ ട്രെയിനിങ്ങിന് പോയി. ട്രെയിനിങ്ങിന് അവസാനിക്കാനായി എന്ന് കണ്ട് ഞാൻ നാളെ വരും എന്ന് വിളിച്ചു പറഞ്ഞപ്പോ എൻ്റെ മൂത്ത മോൻ പറഞ്ഞത്രേ, സെൻട്രൽ ജയില് വീണ്ടും ഇനിയും ഓപ്പൺ ആവാൻ വേണ്ടി പോവാണ്. അല്ലെങ്കിൽ സെൻട്രൽ ജയിലിന്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ, അപ്പൊ ഇതുവരെ അത് ഓപ്പൺ ആയിരുന്നു, അത് ഇനിയും ക്ലോസ് ആവാൻ വേണ്ടി പോകണം. അതായത് അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, ഞാൻ ഒരു സെൻട്രൽ ജയിലിൽ ഒരാൾക്കാർ എങ്ങനെ നിൽക്കണേ അത്രമാത്രം കുട്ടികളിൽ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വരുന്നത് അവർ പേടിക്കുന്നുണ്ട്. ഞാൻ ഇല്ലാത്ത സമയം അവർക്ക് അവരുടെ ചെറിയ ഇഷ്ടങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമായിരുന്നു. ഞാൻ ഉണ്ടാവുമ്പം ഒരു പരിധി ഉണ്ട്, ഇന്ന പരിധിയിൽ നിന്ന്
ഒന്നും ചെയ്യാം. അപ്പൊ സ്കൂളിലൊക്കെ പോകുമ്പോ കുട്ടികൾക്ക് മിഠായിയൊക്കെ വാങ്ങാൻ പൈസ കൊടുത്തു വിടുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. തിരിച്ചിപ്പോഴും നമുക്ക് കാണാം ഈ എന്താ പറയാ ഐസ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കുട്ടികൾ ഇങ്ങനെ അത് കഴിച്ചു മുമ്പ് ഇങ്ങനെ റോട്ടിൽ കൂടെ വരുന്ന കാഴ്ചക്ക് ഇപ്പോഴും ഞാൻ കാണാറുണ്ട്. +2 +1 അതിന്റെ താഴെയുള്ള കുട്ടികളൊക്കെ കഴിച്ച് വരാറ്. അപ്പൊ നമ്മളെ അടുത്തുള്ള കുട്ടികളൊക്കെ അങ്ങനെ പോകുമ്പോൾ ഇവർക്ക് ഞാൻ പൈസ ഒന്നും കൊടുക്കണം. ഒന്നാമത് നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ട് നല്ല പ്രോബ്ലം ഉണ്ട്, എങ്കിലും ഞാൻ അത് കൊടുക്കുന്നില്ല. പക്ഷെ അവിടെ ഹസ്ബൻഡിന്റെ അച്ഛൻ ഇടയ്ക്ക് വന്നിട്ട് അവിടുന്ന് മിഠായും കാര്യങ്ങളൊക്കെ സ്കൂളിൽ വന്ന് കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ഞാനൊരു 10 രൂപ കൊടുത്തു. ഈ 10 രൂപ കൊടുത്ത് എന്താന്ന് വെച്ചാൽ അന്ന് 10 രൂപ കൊടുത്താൽ നമുക്ക് മീൻ കിട്ടും, പ്രത്യേകിച്ച് മത്തിയൊക്കെ കിട്ടും. 10 രൂപ കൊടുത്ത സമയത്ത് വൈകുന്നേരം സ്കൂളിട്ട് വരുമ്പോൾ പലപ്പോഴും മീനൊക്കെ കുറവായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് വൈകിട്ട് വരുമ്പോ മീൻ മേടിച്ചു വരണം എന്ന്. അപ്പൊ അന്ന് മീനില്ല അവിടെ. മീനില്ലാ സമയത്ത് എല്ലാവരും മിഠായി വാങ്ങിയിട്ടുണ്ട്. ഇവന് മിഠായി വാങ്ങാൻ പൈസ ഇല്ലല്ലോ, അപ്പൊ ഇവന് ഭയങ്കര ഇഷ്ടമുണ്ട് മിഠായി വാങ്ങാൻ. ഇവന് അതിൽ നിന്ന് 1 രൂപക്ക് മിഠായി വാങ്ങിയിട്ട് ബാക്കി 9 രൂപ എന്റെ കയ്യിൽ കൊണ്ടുത്തന്നു. അപ്പോ മിഠായി വാങ്ങേണ്ട അത്രയും ഇഷ്ടം വന്നപ്പോ വേറെ ഒന്നും ഒരു രക്ഷയില്ല. ഈ 9 രൂപ എന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോ ഇവന് നല്ല ടെൻഷൻ ഉണ്ട്. ഒരു രൂപ എന്ത് ചെയ്ത് ഞാൻ ചോദിക്കുന്നവന് നല്ല ടെൻഷൻ ഉണ്ട്. ആദ്യം തന്നെ മുൻകൂർ ജാമ്യം എടുത്തിട്ട് പറഞ്ഞു, അമ്മ മീൻ കിട്ടിയിട്ടില്ല, അതിന് 1 രൂപ ഞാൻ എടുത്തിട്ട് ഞാൻ മിഠായി വാങ്ങിയിട്ടുണ്ട്, ബാക്കി പൈസ ഇതാ. പക്ഷെ എനിക്ക് സന്തോഷമായി ഒന്നുമല്ല, അവനതൊരു സത്യം പറയാന് അല്ലെങ്കിൽ ആ പൈസ മാറ്റി വെക്കാനോ സത്യം പറയാൻ അവന് പിന്നെ മുതിർന്നു. ബാക്കി 9 രൂപ അമ്മയെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ ബാക്കി അതിന്റെ ഭവിഷ്യത്ത് അവന് വരും എന്നുള്ള ചിന്ത അവനിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ചില കാര്യത്തിലൊക്കെ അവര് ഇതായിട്ടുണ്ട്, ചില കാര്യത്തിൽ ഒക്കെ നമുക്ക് കൂടുതൽ എന്നാൽ ഇപ്പോഴും എന്റെ ഹസ്ബൻഡിനേക്കാളും ഭയം എന്നെ തന്നെയാണ്. എന്റെ മക്ക് മൂത്ത ആള് കല്യാണം കഴിച്ച അവനൊരു കുട്ടിയായി. ഇന്നും അവന് ഒരു ഇത്തിരി എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ആദ്യം വിളിച്ചറിയിക്കുന്നത് തന്നെ ആയിരിക്കും, ഇങ്ങനെ കാര്യമുണ്ട്. എന്റെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ പറയും, ശമ്പളത്തിന്റെ 1500 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ 1500 തന്നെ ഇവിടെ പറഞ്ഞിരിക്കണം. എന്റെ വീട്ടിലെ സുഹൃത്തിന് അവളുടെ അടുത്ത് പറയും 1500 ഉണ്ട് എന്ന് ഇവിടെ പറഞ്ഞിരിക്കണം. അത് പറഞ്ഞിട്ടെങ്കിൽ നേരിട്ട് ഓഫീസിലേക്ക് വിളിക്കും, എന്തായാലും ചെയ്യണം. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യെങ്കിലും ചെറിയൊരു ചരട് നമ്മളെ കയ്യിൽ വെക്കാം. ചെറുതായിട്ട് നമ്മളിങ്ങനെ ബാക്കിക്ക് വലിക്കുന്ന രീതിയിൽ ഒരു ചെറിയ ചരട്, അല്ലാതെ പൂർണ്ണമായിട്ട് ഒക്കെ അവരിലേക്ക് തന്നെ ഒക്കെ നമ്മൾ പറയുന്ന രീതിയിലേക്കുള്ള കുട്ടികളെ മാറ്റാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇപ്പോ ഞാന് ശരിക്കും ആലോചിച്ചപ്പോ ഇന്ന് ഞാന് ആദ്യത്തെ ആ രീതിയിൽ നിന്ന് മാറി. കാരണം എന്റെ ചിന്തകളിലും മാത്രം അവര് വരണം, ഞാൻ ചിന്തിക്കുന്നത് മാത്രം അവര് ചെയ്യാവൂ. അവരുടെ ഇഷ്ടം ഒരിക്കലും അവർ ചെയ്യാൻ പാടില്ല. ഡ്രസ്സൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ഞാൻ കുട്ടികളെ കൊണ്ടുപോകില്ല, എനിക്ക് എന്താണ് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അത് വാങ്ങാം, അത് അവരിടുക. പക്ഷെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാല് അതിലൊന്നും എന്റെ മക്കൾക്ക് പരാതി ഇല്ലേന്നില്ല. ഇനിയിപ്പോ ഇന്ന് ഞാന് ഒരു കഞ്ഞിയും ചമ്മന്തിയും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തേ അമ്മ മീനില്ലേന്ന് ചോദിക്കൂല. അത് ചെറുതായിട്ട് പല കാര്യത്തിലും നന്നായിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് അവർക്ക് അതില് എല്ലാ അവസ്ഥയിലും എല്ലാ കാലാവസ്ഥയിലും എന്തൊരു കാര്യത്തിലാണ് അവർക്ക് അതനുസരിച്ച് ജീവിക്കാൻ പഠിച്ചു. ഞാൻ ഒരു ഭക്ഷണം ഒരു ചോറ് കഴിക്കണമെങ്കിൽ എനിക്ക് അതിലേക്ക് മീന് നിർബന്ധമാണെന്ന് പിടിക്കുന്ന പലരും ഉണ്ട്. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്തിന്റെ മകളുണ്ട്, എൻ്റെ മകളെ പ്രായം. അവള് എന്ത് തന്നെ പറഞ്ഞാലും ആകാശത്ത് നിന്ന് അമ്പിളിനെ പിടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ഇവള് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇവിടെ വന്ന് മോള് വ്യത്യസ്ത, എൻ്റെ മോള് വ്യത്യസ്ത. അവള് വീട്ടിലെ പണിയെടുക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അവൾ എന്നെ വഴക്ക് പറയായിരുന്നു, നീ കുട്ടീനെ കൊണ്ട് പണിയെടുപ്പിട്ട് നീ വലിയ ആളായിട്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്ക് പറയും. പക്ഷെ ഇത്രയൊക്കെ ചെയ്ത അവളുടെ മകള് ഒരു മാസം 15 ദിവസം മാത്രം അറിയാവുന്ന ഒരാളുടെ കൂടെ ഈ കാര്യങ്ങളൊക്കെ അവള് വിട്ടിറങ്ങിപ്പോയി. ആളുടെ കൂടെ അവൾ ഇറങ്ങിപ്പോയി. അന്ന് അവൾക്ക് എന്താന്നറിയാം, ആകെ ഇങ്ങോട്ട് തകർന്ന് തരിപ്പണമായി. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ശ്രീജ നീ ചെയ്തതായിരുന്നു ശരി, ഞാൻ ചെയ്തത് വളരെ തെറ്റായിരുന്നു. ഞാൻ എൻ്റെ മകൾക്ക് പറഞ്ഞതെല്ലാം അവൾ എന്ത് പറഞ്ഞാലും എത്ര കഷ്ടപ്പെട്ടു ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അവൾക്ക് അനുഭവം കൊടുത്തില്ല. കാരണം ഞാനും അവളൊക്കെ നന്നായിട്ട് കഷ്ടപ്പെട്ട് വളർന്നു വന്ന ആളുകളാണ്. ഞങ്ങൾ കുഞ്ഞിലേ സുഹൃത്തുക്കളാണ്. ഞങ്ങൾക്ക് ഒരേ ജോലി, കല്യാണം കഴിച്ചതും തൊട്ടടുത്ത്, അങ്ങനെ അത്രയും സുഹൃത്തുക്കളാണ്. അപ്പൊ അവള് പറയുന്ന, ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇത് അറിഞ്ഞ് അവളെ വീട്ടിൽ ചെന്നപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം, കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, നീ ചെയ്തതായിരുന്നു ശരി, നിന്നെ കുറ്റപ്പെടുത്തിയത് എനിക്കിപ്പം അതിന് പശ്ചാത്താപം തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നു.
അപ്പൊ എന്താന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക എന്നല്ല, എന്നാൽ അവരുടെ ഇഷ്ടങ്ങളും കൂടി നമ്മൾ ചോദിച്ചുകൊണ്ട് എന്ത് കാര്യത്തിലും നമ്മൾ അവരുടെ ഇഷ്ടങ്ങൾ ചോദിക്കുക. ഇപ്പൊ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ നടക്കുമ്പോൾ പണ്ടത്തെ പോലെ ഒന്നല്ല. പണ്ടൊക്കെ നമ്മളെ വീട്ടിൽ ഒരു കല്യാണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മുതിർന്ന ആൾക്കാർ തീരുമാനിക്കുന്ന ആളുകൾ മാത്രമേ ആ ഒരു ചടങ്ങിലേക്ക് വരുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മളിപ്പോ LKG പഠിക്കുന്ന കുട്ടികളുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും നമ്മുടെ കല്യാണ വീട്ടില്. എല്ലാരും ഉണ്ടാവും. അവർക്ക് ആ വീട്ടിലേക്ക് അവരെ ക്ഷണിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവിടെ നന്നായിട്ട് സന്തോഷിക്കുക, അവിടെ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ അത് നമ്മൾ മുൻകൂട്ടി കാണണം. പക്ഷെ എങ്കിലും നമ്മൾ ചോദിക്കുക, അല്ല നമ്മുടെ വീട്ടിൽ ഇന്നൊരു പരിപാടി ഉണ്ട്, ഇത്ര ആളുകളൊക്കെ നമ്മൾ വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ല നിന്റെ ആരെങ്കിലുമൊക്കെ വരുമോ, സുഹൃത്തുക്കൾ വരുമോ, ടീച്ചേഴ്സ് വരുമോ എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചോദിക്കുക. ഈ ചോദ്യം കേൾക്കുമ്പോൾ അവർക്കും തോന്നും, അല്ല ഞാനും പരിഗണനയിലുണ്ട് എന്നുള്ളത്. അപ്പോ നമ്മളെ മക്കള് പലപ്പോഴും നമ്മൾ പറയും നമ്മൾ ജീവിക്കുന്നത് നമ്മളെ മക്കൾക്ക് വേണ്ടി. തീർച്ചയായിട്ടും അതിന് തന്നെയാണ്, അല്ലാന്നും പറയുന്നില്ല. ഇന്ന് ലോകത്തുള്ള എല്ലാ രക്ഷിതാക്കളും ജീവിക്കുന്നത് അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ പറയുന്ന വേറൊരു കേസ്, ഞാൻ ചെന്നെടുത്താത്ത, ഞാൻ പഠിക്കാത്ത കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾ പഠിക്കട്ടെ, അവരിലൂടെ വരട്ടെ എന്നാണ്. ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മള് അവർക്ക് അവരുടേതായ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മളെ കാര്യത്തിലേക്ക് ഉൾപ്പെടുത്തുക. അപ്പൊ നമ്മുടെ വീട്ടില് മോന്റെ കല്യാണം ആയ സമയത്ത് ഞങ്ങൾ ആദ്യം തന്നെ 5 പേരും കൂടി ഇരുന്നിട്ട് ആദ്യം തന്നെ ഞങ്ങൾ ചർച്ച ചെയ്ത കാര്യം, എൻ്റെ ഭാഗത്ത് നിന്ന് ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും. ഞാൻ ഒന്നാമത് അംഗൻവാടി ടീച്ചർ, ചെറുതായിട്ട് പിന്നെ പാർട്ടി സംബന്ധമായ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ പല സ്ഥലത്തും പല മേഖലകളിൽ എനിക്ക് സുഹൃത്തുക്കളുണ്ട്, സ്കൂൾ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും അറിയാം കൂടുതൽ ലിസ്റ്റ് എൻ്റെതായിരിക്കും എന്നുള്ളത്. അപ്പോ ഞാൻ എല്ലാവരുടെ അടുത്തും ചോദിച്ചിട്ട് നമ്മൾ ഒരു ഏകദേശം ആളുകൾ ഉണ്ടാക്കി. പിന്നെ കുടുംബം, അങ്ങനെ നമ്മൾ ഒരു ഏകദേശം ഒരു 2500 ആളുകളെ ഒരു ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കി. അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും അതിനുള്ള കാണാൻ പറ്റി. അപ്പോൾ ഇതില് ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമാണ് തീരുമാനം എടുത്തെങ്കിൽ നമ്മൾ തീരുമാനിക്കുന്ന ആളുകൾ മാത്രമേ അവിടെ വരുള്ളൂ. ഇവരും പറയും, പക്ഷെ ഒരുപക്ഷെ നമുക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ അതിൽ കുറഞ്ഞു പോകും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ എന്തൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാന അജണ്ടകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അവരുടെ കാര്യങ്ങളും കൂടി നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിലും കൂടി നമ്മൾ അവർക്ക് പ്രയോറിറ്റി നൽകുക എന്നാണ് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്. ഞാനും ഇതുപോലെ ഇപ്പോഴാണ് ശരിക്കും, ആദ്യമൊക്കെ മക്കളെ സ്കൂളിട്ട് വന്നില്ലെങ്കിൽ പിന്നെ കുറേ നേരം ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കും, ഇവരെന്താ എത്താത്തത്, ഇവരെന്തെങ്കിലും ഒപ്പിച്ചോ. ഒന്നാമത് നമുക്കറിയാം നമ്മളെ മക്കളൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ ലോകം തന്നെ ലഹരിയുടെ ഒരു കടുംപിടുത്തത്തിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ ദൂര സ്ഥലങ്ങളിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാവുന്ന ഒരു ആശങ്ക എന്താന്ന് ചോദിച്ചാൽ, ഇവര് മറ്റാരെ കൂടെ എന്തെങ്കിലും പോയോ, എന്തെങ്കിലും പെട്ടോ, എന്താ കാണാത്തത്, അങ്ങനെ നമ്മൾ ഒരിക്കലും ആവാത്ത കാര്യത്തിലേക്ക് നമ്മൾ ചിന്ത പോയിട്ട് നമ്മളെ വല്ലാത്തൊരു അസ്വസ്ഥമാക്കുന്നൊരു രീതിയിലേക്കുണ്ട്. അങ്ങനെ ഞാൻ ഫോൺ വിളിക്കും, കണ്ടിട്ടില്ലെങ്കിൽ ടീച്ചേഴ്സിനെ വിളിക്കും, അങ്ങനത്തെ ഒക്കെ ഭയങ്കര സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഞാൻ തീരുമാനിച്ച കാര്യം, നമ്മൾ എന്ത് തന്നെ കരുതിയിട്ടും കാര്യമില്ല, ദൈവം ഒന്ന് കണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ ദൈവത്തിന് വിടുക എല്ലാ കാര്യങ്ങളും. ദൈവം നിശ്ചയിക്കും എന്തൊക്കെ എങ്ങനെയൊക്കെയാണെന്ന്. അതിൽ നമ്മൾ എത്ര ടെൻഷൻ അടിച്ചിട്ടും കാര്യമില്ല. നമ്മുടെ മുന്നിൽ എന്താണോ നടക്കേണ്ടത് തീർച്ചയായിട്ടും നടക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് വരാന് കഴിഞ്ഞ സമയം എനിക്ക് പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ച ഒരു കാര്യം, ദൈവമേ ഇന്നും എനിക്ക് പറ്റാതെ പോവോ. പക്ഷെ ദൈവത്തിനോട് ഞാൻ പറഞ്ഞു, എനിക്കിന്നത് കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞപ്പോ എൻ്റെ 10 മണിക്ക് എൻ്റെ ഫോൺ ഓഫാക്കി എന്നൊക്കെ ചെയ്തപ്പോ, പക്ഷെ ദൈവത്തിനറിയാം ഇന്ന് ശ്രീജ എന്തായാലും ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടതാണ് എന്ന് പറയപ്പം ദൈവം കൃത്യസമയത്ത് ഇടപെട്ടു എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക എല്ലാ കാര്യങ്ങളും. അത് വിചാരിച്ചിട്ട് എനിക്ക് കുറച്ച് കടങ്ങളുണ്ട്, ആ ദൈവം എന്തോ ചെയ്യട്ടെ, ബാക്കി അങ്ങനല്ല. അപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക എന്നുള്ളതാണ് അതിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ അവധികാലങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അവധികാലങ്ങളിൽ എന്തൊക്കെയാണ്, ഇനിയിപ്പം 2 മാസം എങ്ങനെയാണ് ഇവരെ വെച്ച് പൊറപ്പിക്കുക, അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഈ 2 മാസം ഒന്ന് കഴിഞ്ഞിട്ടണല്ലോ, അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഉണ്ടെങ്കിലും ഉണ്ട് പറഞ്ഞോ, കുഴപ്പമില്ല. അതൊക്കെ പറയും, പറയില്ല എന്നൊക്കെ വെറുതെ പറയും. ഓരോരുത്തരെ മുഖം നോക്കിയാൽ അറിയാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. ഇല്ലേ? പറയോ? ഉണ്ട്. ഉണ്ട്. എന്താന്ന് വെച്ചാലേ എൻ്റെ അടുത്ത് എൻ്റെ അമ്മമാര് ചോദിക്കല്ലേ, ടീച്ചർ നിങ്ങൾക്ക് ഞായറാഴ്ചയും കൂടി അംഗൻവാടി ഓപ്പൺ ആക്കിക്കൂടെ?
അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഈ ദിവസം ഇങ്ങനത്തെ ഒരു ദിവസം ഈ കുട്ടികളെ കൊണ്ടുള്ള ശല്യം ഒരു വല്ലാതെ അനുഭവിക്കുകയാണ്. ഞായറാഴ്ച ഓപ്പൺ ആക്കുവോ അംഗൻവാടി? ഞാൻ ചോദിച്ചു ഞങ്ങളും മനുഷ്യരെന്നല്ലേ, ഞങ്ങൾക്കും വേണ്ട കുറച്ചൊക്കെ സ്വസ്ഥത. ഈ അംഗൻവാടി അല്ലെങ്കിൽ അവധി ദിവസങ്ങൾ ആഹ്ലാദമാക്കാനുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, അറിഞ്ഞിട്ടുണ്ടാവാം, കണ്ടിട്ടൊക്കെ ഉണ്ടാവാം. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങളില് നിങ്ങളുടെ വീടുകളിൽ പണിയൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞു കുഞ്ഞു പണികളിലൊക്കെ അവരെ ഏർപ്പെടുത്തുക. അല്ല, ഞാൻ കുട്ടികളോടൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോ നമുക്ക് ആദ്യത്തെ തീം, ഇപ്പൊ ജൂൺ മാസത്തെ തീം കുട്ടിയും കുടുംബവും വീടും പരിസരവും എന്നതാണ് നമ്മളെ തീം. അപ്പോ ആ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട്, പിന്നെ നിങ്ങളെ വീട്ടിനകത്ത് എന്തെല്ലാം ഫർണിച്ചറുകൾ ഉണ്ട്, പാത്രങ്ങളുണ്ട്, ഇങ്ങനെ എല്ലാ സാധനവും നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ജൂൺ മാസത്തിന് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾ ആദ്യമായിട്ട് നമ്മളെ വീട്ടിൽ വരികയാണ്, അല്ല അംഗൻവാടി വരികയാണ്. അംഗൻവാടി വരുന്ന സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് പെട്ടെന്ന് തന്നെ വേറൊരു കാര്യം ചോദിക്കുമ്പോൾ, കാരണം കരഞ്ഞ് പിഴിഞ്ഞ് ഇതായി അവരെ കുറച്ചു നേരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും ഒരു അവര് നമ്മളിലേട്ടൊന്ന് ലിങ്കായി കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പൊ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് അവരോട് ഇങ്ങനെ ചോദിക്കും, ഉടുപ്പാര വാങ്ങി തന്നത്, കുട്ടിന്റെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഏകദേശം അവര് നമ്മളേറ്റൊക്കെ ഇങ്ങനെ മിങ്കിളായി വരുമ്പോ നമ്മൾ പറയും, അല്ല വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്, അതൊക്കെ അവര് പറയാൻ തുടങ്ങും. ഉപ്പച്ചുണ്ട്, ഉമ്മച്ചുണ്ട്, ഉപ്പപ്പുണ്ട്, ഉമ്മമ്മ ഉണ്ട്, താത്ത ഉണ്ട്, ചിലപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരുടെ ഏതൊക്കെ ബന്ധുക്കളുണ്ട് അതൊക്കെ അവര് പറയാൻ തുടങ്ങും. അപ്പൊ ഞങ്ങൾ ചോദിക്കും, പിന്നെ ഇന്ന് എന്താ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം, എന്താ കഴിച്ചേ, ഇതിലൊരു സ്വഭാവം എന്താ ഉണ്ടാകാന്നറിയോ? ഫസ്റ്റ് ഒരാൾ തുടങ്ങും, എൻ്റെ വീട്ടിൽ ഇന്ന് ഓട്ടടയാണ്. പിന്നെ അതങ്ങനെ പോരും. ചിലപ്പോ അവന്റെ വീട്ടിൽ ഓട്ടട ഒന്നാവില്ല, എല്ലാരും വീട്ടിൽ വ്യത്യസ്ത ആഹാരമായിരിക്കും ഉണ്ടാക്കിയ, പക്ഷെ ഒരാൾ പറഞ്ഞത് എന്താണോ അതിങ്ങനെ പറഞ്ഞു പോരുക എന്നുള്ളതാ. അപ്പോ കൃത്യമായിട്ട് ഈ പറയുന്ന ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട് വീട്ടിൽ ഇന്ന ആഹാരം ഉണ്ടാക്കിയതെന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വൈകുന്നേരം അമ്മമാര് വരുന്ന സമയത്ത് രാവിലെ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അങ്ങനെ പറഞ്ഞ് നമ്മൾ ഒന്നും കൂടി കൺക്ലൂഷൻ ചെയ്യുന്ന സമയത്ത് അമ്മമാര് ക്ലാസ്സിൽ കയറ്റി ചോദിക്കും, ഇന്നാള് ഇന്ന വീട്ടിൽ ഇന്ന് ഇന്ന ഭക്ഷണം ഉണ്ടാക്കിയത് പറഞ്ഞത് കറക്റ്റ് ആണോ? അപ്പൊ ചിലരൊക്കെ പറഞ്ഞത് കറക്റ്റ് ആയിരിക്കും. അപ്പോ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ അവരൊന്ന് ഇടപെടുക. ഇപ്പോ ഈ ഇടപെടുപ്പിക്കുന്ന നമുക്കുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഇതൊക്കെ അവരെ കൊണ്ട് ചെയ്യിച്ച നമുക്ക് ഇനി രണ്ടാം പണിയാണ്. നമ്മളങ്ങനെ രണ്ടാം പണിക്ക് ഇഷ്ടമില്ലാത്ത ആളുകളാണ് നമ്മളെപ്പോഴും എളുപ്പപ്പണി എന്താണ്, എത്രയും എളുപ്പത്തിൽ കഴിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മടിയന് മല ചുമക്കും എന്നുള്ളതാണ്. നമുക്ക് ഒരു സമയം കൊണ്ട് നമ്മൾ പല പണികളും ചെയ്യും, അതാണ് സ്ത്രീകൾ എന്നുള്ളതാ. പക്ഷെ അത് ശരിക്കും നിങ്ങൾ ടൈം മാനേജ്മെന്റിൽ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ശരിക്കും അതിന്റെ കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഒരു കാര്യം പൂർത്തീകരിച്ച് അടുത്ത കാര്യത്തിലേക്ക് പോവുക. അത് വല്ലതിപ്പോ നമ്മളൊരു അടുപ്പത്ത് ഒരു ഭക്ഷണം തയ്യാറാക്കാനാവുമ്പോൾ നമുക്ക് ആദ്യം ചോറ് വെക്കണം, പിന്നെ എന്താണോ തീരുമാനിച്ച കാര്യം. ഇപ്പൊ ആദ്യം എല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം ബാക്കി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഒന്ന് കഴിയുമ്പോൾ നമുക്കത് കൃത്യസമയത്ത് നമ്മളെ ഗ്യാസ് ഒന്നും പോവാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിലൊക്കെ ഈ പച്ചക്കറി ഒന്നും വേണ്ട, പച്ചക്കറി അരിയാനല്ല. ഒരു പച്ചക്കറി നിങ്ങളുടെ ഫ്രിഡ്ജിനകത്തോ എവിടെയാണോ നിങ്ങളുടെ പച്ചക്കറി ഉള്ളത്, ഈ തക്കാളി ഒന്ന് എടുത്ത് ഇങ്ങോട്ടൊന്ന് വെക്കോ, അങ്ങനെ ഓരോരുത്തും ചോദിച്ചുകൊണ്ടിരിക്കുക. ഇന്ന കാര്യം ഒന്ന് കൊണ്ടുത്തരുമോ, അതൊന്ന് എടുത്തരുമോ, എങ്ങനെ. പിന്നെ നമുക്ക് വലിയൊരു പ്രശ്നം, ചെറിയ കുട്ടികളെ കയ്യിൽ നമ്മൾ കുപ്പി ഗ്ലാസ് ആയാലും കുപ്പി പാത്രം ആയാലും കൊടുക്കാൻ തയ്യാറാവില്ല. എന്താ അങ്ങനെ? എന്തുകൊണ്ട് നമ്മൾ കൊടുക്കാൻ തയ്യാറാകത്തെ? കൊടുക്കില്ല. പിന്നെ വേറെ എന്തേലും അഭിപ്രായം ഉണ്ടോ? അല്ല, നമ്മള് ചായയൊക്കെ ഇപ്പൊ കഴിക്കാനൊക്കെ കൊടുക്കുന്നത് അധികം അതിലെ കുട്ടികൾ കഴിക്കൂ. ഇപ്പോഴത്തെ മക്കൾ അങ്ങനെ കഴിക്കൂ. പക്ഷെ ഇതില് നമ്മൾ വേറൊരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ഇപ്പോ ഒരു കുപ്പി ഗ്ലാസ് കുറച്ച് ദൂരത്ത് നിൽക്കാന്ന് വിചാരിച്ചോ, അവന്റെ ഇഷ്ടത്തിൽ അല്ലെങ്കിൽ അവളെ ഇഷ്ടത്തിന് അത് എടുക്കാൻ പോകും. ആ കുട്ടി അത് എടുക്കാൻ പോണതിന് മുന്നേ തന്നെ നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ടാ, എടുക്കണ്ട അത് പൊട്ടും, പറയൂലേ? അത് എടുക്കാൻ നിൽക്കണ്ട, അത് പൊട്ടും, അതാണ് നമ്മൾ പറയാ. ഇതോടുകൂടി അത് പൊട്ടിയിരിക്കും. പക്ഷെ നമ്മൾ പറയേണ്ട കാര്യം എന്താ, മോനത് സാവകാശം എടുത്തിട്ട് കൊണ്ടുപോവാട്ടോ ഒന്ന് പറഞ്ഞു വെക്കേ. ഇനി ചിലപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ചു ഒരു ഗ്ലാസ്സിന് പൊട്ടി വയ്ക്കും കേട്ടോ, കുഴപ്പമില്ല, നമുക്ക് ഗ്ലാസ് ഇനി വാങ്ങാൻ കിട്ടുമല്ലോ.
അവരാദ്യം തന്നെ അരുത് എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോ നമ്മളൊരു എന്തെങ്കിലും ഒരു പൊത്തൊക്കെ ഇങ്ങനെ കാണില്ലേ, ഈ കുഴി അങ്ങനെയൊക്കെ കാണുമല്ലോ, മതിലിന്റെ ഉള്ളിലൊക്കെ കുഴി കാണുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറയും, അതിനകത്ത് കൈ ഇടരുത് എന്ന് പറഞ്ഞ് അവരിട്ടിരിക്കും. ഈ അരുത് എന്ന് പറയുന്ന കാര്യങ്ങള് പലപ്പോഴും തലച്ചോറ് അത് ചെയ്യണം എന്നാണ് പ്രവർത്തിക്കുക എന്ന് പറയാ. മാത്രല്ല അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി, അതിനകത്ത് എന്തുകൊണ്ടാണ് അരുത് എന്ന് പറഞ്ഞത്. അപ്പൊ ഒരു ക്യൂരിയോസിറ്റി, എന്നാ അരുതെങ്കിലും അതിലിട്ട് നോക്കണം. നമുക്കറിയാം ചിലപ്പോൾ ആ പൊത്തിന്റെ അകത്ത് കൈയിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും പാമ്പോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം. പക്ഷെ നമ്മൾ മനസ്സിനകത്ത് വരുമ്പോൾ ആ കുട്ടിക്ക് അത് സംഭവിക്കുന്നത് കരുതിയിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ കുട്ടികളോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്തിരിക്കും. അരുത് എന്നുള്ള വാക്കുകൾ നമ്മൾ പലപ്പോഴും പറയാതിരിക്കുക. ഇപ്പോൾ ഒരു കാര്യം അവർ ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്യാൻ കുഞ്ഞു കുഞ്ഞു പ്രോത്സാഹനം കൊടുക്കുക. അപ്പൊ അത് അവരിങ്ങനെ ചെയ്യുക. അപ്പൊ എന്താ വിചാരിക്കാന്നറിയാം, എനിക്കിത് പറ്റും എന്നുള്ളൊരു മൈൻഡ്, അല്ലെങ്കിൽ ആ മനസ്സിനകത്ത് അവർക്ക് അതിനകത്ത് അത് കയറി വരും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അവരുടെ അടുത്ത് ഈ ഗ്ലാസ് ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ പതുക്കെ ഒന്ന് വെക്കാൻ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കുട്ടികൾക്ക് കുപ്പി ഗ്ലാസ്സിലൊന്നും ചായ കൊടുക്കാൻ കൂട്ടാക്കൂല. നമ്മള് പൊട്ടാത്ത കാര്യങ്ങളൊക്കെയാണ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് പ്രശ്നമില്ല. പലപ്പോഴും നമുക്കത് അധിക പണിയാവുമെന്ന് വിചാരിച്ചുകൊണ്ട് കുട്ടികളെ ആ പണിയിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് നമ്മൾ അവരിലേക്ക് ശ്രമം കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ ഉണ്ടാവും. നമ്മൾ ഇപ്പൊ വിചാരിക്കും, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മളെ വീട്ടിലെ സുഹൃത്തോ അല്ലെങ്കിൽ ഉമ്മയോ നമ്മളെ സഹോദരൻ ആരെ വന്നോന്ന് വിചാരിച്ചോ, ഈ സംസാരിക്കുന്ന ഇടയിൽ കൂടെ നമ്മളെ കുട്ടികൾ അവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ടാവും അല്ലെ, അവരവരുടെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ കളിക്കുന്നുണ്ടാവും, നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന കാര്യം എന്താ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അവര് കേൾക്കുന്നില്ല, തെറ്റായ കാര്യമാണ്. നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് അവര് അത് നിരീക്ഷിച്ചിട്ടുണ്ടാവും, അവരത് കേട്ടിട്ടുണ്ടാവും, അതൊരു സമയത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും. കാരണം എന്താന്ന് വെച്ചാല് എൻ്റെ അംഗൻവാടിയിൽ ചില സമയത്തൊക്കെ ചില കുട്ടികൾ അംഗൻവാടി ക്ലാസ് റൂമിലേക്ക് കയറാൻ ഭയങ്കരമായിട്ട് മടിക്കും. ഇവർക്ക് ഏറ്റവും ഇഷ്ടം ആ സിറ്റ് ഔട്ടിൽ നിൽക്കുക, അല്ലെങ്കിൽ ചേച്ചിന്റെ കൂടെ നമുക്ക് ഭക്ഷണം തയ്യാറാക്കുന്ന നമ്മുടെ ഹെൽപ്പർ കൂടെ അവിടെ നിൽക്കാനാണ്. അല്ലെങ്കിൽ അവിടെ ആ ഒരു സ്ഥലം, ഈ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇവർ പേടിക്കുകയാണ്. അങ്ങനെ ഒരു രണ്ട് മൂന്ന് അനുഭവം എന്ന് വെച്ചാൽ, ഒരു കുട്ടി ഇതേപോലെ ഞാൻ ക്ലാസ് എടുക്കുന്ന കേൾക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ആ വാതിലിന്റെ അവിടെ അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കും എന്താ ടീച്ചർ പറയുന്നത് എന്ന്. നമ്മൾ അവനെ നോക്കുമ്പോൾ അവന്റെ മുഖം തിരിയും. നമ്മൾ അവനെ നോക്കാൻ പാടില്ല. നമ്മൾ അഥവാ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ മുഖം തിരിക്കും. അപ്പോ ഞാനിങ്ങനെ മനസ്സിലാക്കും, ദൈവമേ ഞാനെന്താ ഭീകരജന്തുവായിട്ടാണ് ഇവനിങ്ങനെയെന്ന്. ഏറ്റവും രസം എന്താന്ന് വെച്ചാല്, പിന്നെ ഇവന് ക്ലാസ്സിലേക്ക് കയറാൻ തുടങ്ങിയാല് പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മളപ്പം കൂടാൻ തുടങ്ങും. ഏറ്റവും കൂടുതൽ ആ പഠിപ്പിച്ച പാട്ടുകളും പറഞ്ഞ കഥകളും എല്ലാം ആദ്യം പഠിച്ച വ്യക്തി ആരായിരിക്കും? ഈ പുറത്തു നിന്ന് കേട്ട ആളാ. ഇത് എൻ്റെ അനുഭവത്തിലെ വലിയൊരു സത്യമാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും കരുതരുത്, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. അവര് ഓടിക്കളിക്ക് എന്തോ ചെയ്തോട്ടെ, അവര് എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ പറയുന്നത് അവരുടെ മനസ്സിനകത്ത് കയറും. അവർക്ക് കൃത്യമായിട്ട് അത് ബോധ്യം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മള് പലപ്പോഴും നമ്മളെ സ്വകാര്യതയിൽ കൂടി ആ ഒരു കാര്യം സൂക്ഷിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പല കുട്ടികളും നമ്മുടെ അംഗൻവാടിയിൽ വന്നിട്ട് എൻ്റെ ഉമ്മയും ഉപ്പച്ചിയും ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. കാരണം അവർ ഉറങ്ങിയിട്ടുണ്ടാവും നമ്മൾ വിചാരിക്കും, പക്ഷെ അവർ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഉറക്കം നടിച്ച് കിടക്കുന്ന കുറെ കുട്ടികൾ ഉണ്ടാവും. അപ്പൊ അത് സേഫ് ആണ് എന്ന് കരുതിക്കൊണ്ട് തന്നെ നമ്മളെ സ്വകാര്യതയിലേക്ക് പോവുക. അവിടെയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ മാത്രല്ല, നമുക്കറിയാം നമ്മളെ മക്കള് ഇപ്പം ഇസ്ലാം മത വിശ്വാസത്തിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒരു വെള്ളിയാഴ്ച ദിവസമെങ്കിലും പള്ളിയിൽ പോവും. പള്ളിയിൽ പോയിട്ട് അവര് പ്രാർത്ഥിക്കും. മറ്റു ദിവസങ്ങളൊന്നും ഇല്ലെങ്കിലും പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മളെ ഹിന്ദു ആചാരപ്രകാരത്തില് എന്തെങ്കിലും പിറന്നാള് അല്ലെ എന്ത് വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അമ്പലത്തിൽ പോവും. അങ്ങനെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം നമുക്ക് നമ്മുടെ മുകളിൽ നമ്മളെക്കാളും വലിയൊരു ശക്തി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവർക്ക് ആ ഒരു നമ്മളെ ദൈവം എന്നുള്ള ആ ഒരു കാര്യം അവരിലേക്ക് കൊടുക്കുക. അങ്ങനെ ഒരാളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യം, നല്ലതായ കാര്യങ്ങൾ മാത്രം, അന്ധവിശ്വാസങ്ങളല്ല, നല്ലതായ കാര്യങ്ങൾ അവരിലേക്ക് കൊടുക്കുമ്പോൾ അവര് തീർച്ചയായിട്ടും
ഈ കാര്യങ്ങളിലേക്കൊക്കെ വന്ന് അവരും അവരുടേതായ ഇപ്പോ ഏറ്റവും രസം എന്ന് വെച്ചാല് അംഗൻവാടികളില് വന്ന ആളുകളൊക്കെ നമസ്കരിക്കും. നിങ്ങൾ ചെയ്യുന്ന കാര്യം കണ്ടിട്ടാ. ചില സമയം അവര് നമസ്കരിക്കും. അതുപോലെ തന്നെ ഇസ്ലാം കാര്യം 5 ആ 5 കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ബാങ്ക് വിളിക്കും. ചില സമയമൊക്കെ അവർ നമസ്കരിക്കുന്ന കാണാൻ ഭയങ്കര രസമാണ്. അവര് രസമായിട്ട് ചെയ്യാണത്. പക്ഷെ അത് സത്യമാണെന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഹിന്ദു കുട്ടികളില്ല എന്നല്ല. അവര് പറയുന്നതൊക്കെ ഈ ഇസ്ലാം ബന്ധമായ കാര്യങ്ങള്, പാട്ടൊക്കെ പാടാൻ പറഞ്ഞ എപ്പോഴും ആദ്യം പാടുന്നത് ഇസ്ലാം കാര്യം 5 അതിൽ 1-ാമത്തെ കാര്യം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവര് പാടും. അതെന്താണ്? നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, നമ്മുടെ ആദ്യത്തെ വിദ്യാലയം നമ്മുടെ മ്യൂട്ട് ചെയ്യോ? ആരോ ഒരാളവിടെ കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, മക്കളാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, പറയട്ടെ. അപ്പോ നമ്മള് അവർക്ക് പറയേണ്ട കാര്യങ്ങള് കൃത്യസമയത്ത് പറയാ. നമ്മുടെ കാര്യങ്ങളില് അവരുടെ വിശ്വാസങ്ങളിൽ നമ്മൾ ഉൾക്കൊള്ളുക എന്ന് മാത്രമാണ്. അപ്പോ ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും ഹിന്ദുക്കളാണ് പഠിപ്പിക്കുന്നത്. ഞാനും എൻ്റെ ഹെൽപ്പറും ഹിന്ദുക്കളാണ്. പക്ഷെ എനിക്ക് വരുന്ന കുട്ടികളൊക്കെ ഇസ്ലാം മത വിശ്വാസികളായതുകൊണ്ട് തന്നെ അവർക്കൊന്നും ഒരു പരാതിയില്ല. ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസം ഒരു പ്രാർത്ഥന, അൽഹംദുലില്ലാഹ് ഹദവൻ അല്ലാഹ് എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന ചൊല്ലും. അത് പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞവരെ അമ്മമാരവിടെ നിൽക്കും. അത് കേൾക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഒന്നും ഉണ്ടായിട്ടല്ല. നമ്മളെ വിശ്വാസ പ്രകാരം വെള്ളി ഇസ്ലാം മതവിശ്വാസികള്, ശനി ഹിന്ദു മതവിശ്വാസികള്, ഞായർ ക്രിസ്ത്യൻ, അതാണല്ലോ ഇപ്പൊ നമ്മളെ നിലവിലുള്ള മതങ്ങൾ. അങ്ങനെയാണല്ലോ നമ്മൾ ഈ ഒരു ആഴ്ചക്ക് പ്രത്യേകത കൊടുത്തത്. അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മൾ എന്നും ഒരേ പ്രാർത്ഥന ചൊല്ലുമ്പോ ഒരു ദിവസം വ്യത്യസ്തമായിട്ടൊരു പ്രാർത്ഥന ചൊല്ല എന്ന് കരുതിയിട്ട് മാത്രമാണ് ആ പ്രാർത്ഥന ചൊല്ലുന്നത്. അങ്ങനെ ആ ഒരു സമയത്ത് എനിക്ക് ഒരു ഹിന്ദു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ വീട്ടില് അവര് കുറെ നല്ല ഭക്തിയുള്ള ഹിന്ദു വീടാണ്. വൈകിട്ട് വിളക്കൊക്കെ വെച്ച് നാമം ജപിക്കുന്ന കൂട്ടത്തിലുള്ളതാണ്. പക്ഷെ ഈ നാമം ജപിക്കാൻ ഇരിക്കുമ്പോ ഈ കുട്ടി എപ്പോഴും പറയും പിന്നെ അൽഹംദുലില്ലാഹ് ഹദാനല്ല, പിന്നെ അല്ലും പകലും പറഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെ 2 വരിയും കൂടി അതിനകത്തുണ്ട്. ഇവരെല്ലാരും നാമം ജപിക്കുമ്പോ ഇവൻ പറയത്രേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നത്. അപ്പോ പിറ്റേ ദിവസം വന്നിട്ട് ഈ കുട്ടീന്റെ അമ്മ വന്നിട്ട് പറയാ, ടീച്ചറെ ഞങ്ങള് വെള്ളിയാഴ്ച ദിവസങ്ങളെ പ്രാർത്ഥന കഴിഞ്ഞിട്ടേ വരുള്ളൂ കേട്ടോ. എന്തേച്ച് ഞങ്ങൾ നാമം ജപിക്കുമ്പോ ഇവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാ പറയണത് എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും എനിക്ക് ചെറിയൊരു വിഷമം തോന്നി. കാരണം ഞാൻ ഇത്രയും ദിവസം പറഞ്ഞു കൊടുക്കുന്ന നമ്മളെ ഇസ്ലാം മത ഉള്ള കുട്ടികൾ നമ്മളെ അടുത്ത് വരുന്ന, ഹിന്ദു അല്ലാത്ത കുട്ടികൾ നമ്മളെ അടുത്ത് വരും. നമ്മൾ പറയുന്ന അതേപോലെ ഒരു വിഴാൻ പോകുമ്പോ ദൈവമേ നമ്മൾ പറയുന്നു. നമ്മള് ഭക്ഷണം കഴിക്കുമ്പോൾ ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് തന്ന ഭക്ഷണത്തിന് നന്ദി പറഞ്ഞു കൊള്ളുന്നു എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവിടെ വേറൊരു പ്രാർത്ഥന ഇപ്പോ ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് തന്ന ഭക്ഷണത്തിന് ഞങ്ങൾ നന്ദി പറഞ്ഞു കൊള്ളുന്നു എന്നാണ് പറയുന്നത്. ദൈവമേ തുടങ്ങുന്ന പ്രാർത്ഥനകളാണ് രാവിലെ ചൊല്ലുന്നത്. പലപ്പോഴും നമ്മൾ ഹിന്ദുക്കളാവുമ്പോ എന്തായാലും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ എന്തായാലും ആ ഒരു കാര്യങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞു പോവുക. ഇതിലൊന്നും ഇന്ന് വരെ മറ്റു പാരന്റ് എൻ്റെ അടുത്ത് ഒരു പരാതി പറഞ്ഞിട്ടില്ല. ടീച്ചറെ, അല്ലെങ്കിൽ നിങ്ങളെ ദൈവമേ വന്ന് എൻ്റെ കുട്ടികൾ വീട്ടിൽ വന്ന് പറയുന്നുണ്ട്, ഒന്നും പറയുന്നില്ല. വ്യത്യസ്തമായിട്ട് ഇവരത് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ചെറുതായിട്ട് തോന്നി. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമ്മളെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് 10 മണി 10:15 നമ്മള്, കാരണം മദ്രസ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട്, അവർ വന്നിട്ടാണ് നമ്മൾ പ്രാർത്ഥന തുടങ്ങുക. പ്രാർത്ഥന കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഒരു വിഷയമില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഉണ്ടായ രസം എന്താണെന്നറിയാം? ഇവര് പിറ്റേ വർഷം കൊണ്ടുപോയിട്ട് കുട്ടീനെ LKG ഉണ്ടാക്കി. അതോ തൊട്ടടുത്തുള്ള ഒരു ഇസ്ലാം മതവിശ്വാസായ LKG. അവിടെ പിന്നെ രാവിലെ തന്നെ കയറി ചെല്ലും അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം എന്നൊക്കെ പറയണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതിലിപ്പോ എന്താ ഉണ്ടായത്? എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നമസ്കാരം എന്ന് പറയുന്നതിന് ഒരു അറബി വാക്കാണ്, അതിൽ വേറെ ഒന്നില്ല. ഞാന് പഠിപ്പിച്ച 2 മക്കളുണ്ട്. അവർ 2 ട്വിൻസ് ആയിരുന്നു. ഇവര് 6 വയസ്സ് വരെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ പോയി. ഇവര് സ്കൂളിൽ പോയി കഴിഞ്ഞതിന് ശേഷം എന്നും വെള്ളിയാഴ്ച ദിവസം പള്ളിക്ക് വരും. പള്ളിക്ക് വന്ന് പള്ളി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് അംഗൻവാടി കയറിയിട്ട് ഞങ്ങളോട് 2 പേരോട് സലാം പറയും. ഈ സലാം മടക്കൽ നിർബന്ധം അവർക്ക്.
പക്ഷെ ഇന്ന് അവർക്ക് 21 വയസ്സായിട്ടും അവര് ഏറ്റവും കൂടുതൽ ഞാൻ ഇന്നും എൻ്റെ കൂടെ എന്ത് കാര്യത്തിന് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് എൻ്റെ മുന്നിൽ. അവര് എവിടെ പോയി കഴിഞ്ഞാലും ഇപ്പൊ ഒരാള് ഗൾഫിലാണ്, ഒരാള് ആന്ധ്രയിലാണ്. ആദ്യത്തെ ആള് ആന്ധ്രയിലെത്തി. ഞാൻ വൈകുന്നേരം എൻ്റെ വാട്സപ്പ് ഓൺ ആക്കിയപ്പോ ആദ്യം തന്നെ എനിക്ക് വന്ന വോയിസ്, ടീച്ചറെ അസ്സലാമു അലൈക്കും, ഞാനിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, ഞാൻ സലാം അടക്കി. അങ്ങനെ ഇപ്പൊ എപ്പോഴും വാട്സപ്പിൽ നമുക്ക് വരുന്ന, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാളുടെ നിക്കാഹാണ് 28-ാം തീയതി. ഞാൻ വിളിച്ചിട്ട് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചർ അസ്സലാമു അലൈക്കും, ഞാൻ സലാം അടക്കി. 28-ന് എൻ്റെ നിക്കാഹാണ് കേട്ടോ, ആദ്യം തന്നെ എന്നെ ക്ഷണിക്കുകയാണ്. അപ്പോ ഇതിലൊന്നും വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റെ അനിയൻ എന്ന് പറഞ്ഞ ഭർത്താവിന്റെ അനിയന്റെ മകളെ കൊണ്ടുപോയിട്ട് LKG കൊണ്ടുപോയി ചേർത്തി. അവിടെ ഇതേപോലെ തന്നെ. അപ്പൊ കുറെ ദിവസം കഴിഞ്ഞപ്പോ പോലും അറിയാം അവിടെ അപ്പൊ വേറൊന്നും പറയില്ല, അവിടെ കാര്യമായിട്ട് അസ്സലാമു അലൈക്കും മാത്രം പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞ അതിലൊന്നും തെറ്റില്ല. അതൊക്കെ നമ്മൾ നമസ്കാരം പറയുന്നു, നമ്മൾ ഗുഡ് മോർണിംഗ് പറയുന്നു എന്ന പോലെയുള്ള ഒരു ഈശ്വരനെ എന്തൊക്കെയാണോ, ഈശ്വരൻ ഒരു കാര്യത്തെ നമുക്ക് പല കാര്യങ്ങളായിട്ട് നമ്മൾ പറയാറുണ്ട്. അതിലൊരു വേർഡ് മാത്രമേ ഉള്ളൂ, അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷെ നമുക്ക് മാത്രം അത് വേണം. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന, ഏറ്റവും കൂടുതൽ എനിക്ക് കൂട്ടുള്ള, ഏറ്റവും കൂടുതൽ എൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾ മുഴുവൻ ഈ ആളുകളാണ്. എവിടെ നോക്കുകയാണ്, ഏത് ലിസ്റ്റ് നോക്കിയാലും, എൻ്റെ സർക്കിളിൽ ഏത് ലിസ്റ്റ് നോക്കിയാലും ഏറ്റവും അടുത്തുള്ള ആളുകൾ, എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇവരാ. കാരണം എനിക്ക് എന്തോ അറിയില്ല, അവർക്ക് കൊടുത്താൽ എനിക്ക് തിരിച്ചു കിട്ടാറുണ്ട്. മറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു കാര്യം എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതാണ്. ഇപ്പൊ എന്ത് കാര്യമായാലും ഇപ്പൊ നമ്മളത് പറഞ്ഞു കൊണ്ടുവന്നത് എന്താന്ന് വെച്ചാല്, അങ്ങനെ കുറെ കാര്യങ്ങളും നമ്മൾ ഈ ആത്മഹത്യയിലേക്ക് വരുമ്പോ അത്രയും കാര്യങ്ങളും കുട്ടികളെ നമ്മളെ വിശ്വാസങ്ങൾ എന്താണോ, നമ്മളെ മതഗ്രന്ഥങ്ങൾ എന്താണോ, അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതിൽ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞൊരു കാര്യം, നമ്മൾ കഅബയെ തവാഫ് ചെയ്യുമ്പോ അല്ലെ, ഇങ്ങനെ തന്നെയല്ലേ, ഇതല്ലേ കഅബ തവാഫ് ചെയ്യാന്നല്ലേ ഇതിന് പറയാ, ഹജ്ജ് കർമ്മത്തിന്. അത് ചെയ്യുന്നത് എന്തിനാ? അപ്പോ അവിടെ നമുക്ക് ആ തവാഫ് ചെയ്യാൻ ആ കഴിവുള്ളത് കൊണ്ടാണ് അതിന് കൃത്യമായിട്ട് നമ്മൾ വലം വെക്കുന്നത്. ആ വലം വെക്കുന്നതിലൂടെ നമ്മളെ മനസ്സിനെ ഭയങ്കരമായിട്ട് നമുക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നമുക്ക് വരാൻ പറ്റും. അവിടെ ഒരു ലക്ഷ്യമുണ്ട്. അതുപോലെ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ അമ്പലത്തിനെ പ്രദക്ഷിണം വെക്കുന്നത് എന്താ, ആ സെൻട്രലിലെ ആ അമ്പലത്തിന്റെ അമ്പലം നിൽക്കുമ്പോ അതിനെ വലം വെച്ച് വരുമ്പോ നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ നമ്മൾ എത്തുന്നു. എന്താണോ നമ്മൾ പതറാതെ. പക്ഷെ ഈ ഒരു കാര്യമൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സും കാര്യങ്ങളൊക്കെ ചിന്നിച്ചിത്തറി പോയിട്ടുണ്ടാവും. അതിനോടാണ് നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് നമുക്ക് നല്ല രീതിയിൽ അതിന് വലം വെച്ച് നമ്മുടെ മനസ്സിനെ ഒരിടത്ത് നിർത്താൻ പറ്റും. നമ്മൾ ഏതൊരു മനുഷ്യനും ആദ്യം തുടങ്ങുന്ന ദൈവത്തിൽ നിന്നാണ്. ഞാനും തുടങ്ങുന്ന ദൈവത്തിൽ നിന്നാണ്. അപ്പോ ആ ഒരു ദൈവം എന്തോ ആവട്ടെ, നമ്മൾ എന്തോ ആഗ്രഹിക്കട്ടെ. ഇപ്പൊ ഞാനൊക്കെ എൻ്റെ മക്കളെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ നാട്ടിൽ പ്രസിദ്ധമായ ഒരു കുംഭ എന്ന് പറഞ്ഞ ഒരു തങ്ങന്മാരെ ഇപ്പൊ നമ്മളെ മമ്പ്രം അങ്ങനെ കേട്ടിട്ടുണ്ടോ നഗരത്തിൽ കുറെ തങ്ങന്മാരുണ്ട്. പാണക്കാട് തങ്ങള്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ ഞങ്ങളെ നാട്ടിലും അങ്ങനെ അതിന്റെ ഒരു വിഭാഗക്കാരുണ്ട്. ഞാൻ എന്താ അറിയില്ല, എനിക്ക് അന്ന് കുട്ടികളെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാലും ഇവിടെ വന്ന് കുട്ടികൾക്ക് ഈ അസുഖം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു മനസ്സമാധാനാണ്. അതെന്റെ ഒരു വിശ്വാസമാണ്. അപ്പൊ ഞാൻ ഈ നമ്മുടെ മെഡിസിനിൽ വിശ്വസിക്കുന്നുണ്ട്, അതേ സംഭവത്തിൽ ഇതിലും കൂടി വിശ്വസിക്കുമ്പോൾ ആശ്വാസം. അതേ വിശ്വാസം ആണല്ലോ നമ്മൾ എല്ലാത്തിനും എത്തിക്കുന്നത്. അപ്പം അത്തരം കാര്യങ്ങള് നിങ്ങൾ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. ഇനി കുറച്ച് നല്ല രക്ഷിതാക്കളുടെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ചിലപ്പോ നമ്മളതിൽ പെടാം. നമ്മൾ പെട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ രക്ഷിതാക്കളൊന്നല്ല, നമ്മൾ പെടാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളുള്ള അതേപോലെ തന്നെയാണ്. നിങ്ങളുടെ കുട്ടികളെ നിങ്ങളോടൊപ്പം ഓപ്പൺ ആയിട്ട് സംസാരിക്കാം എന്നുള്ളത് നമ്മുടെ നല്ല രക്ഷിതാവിന്റെ ഗുണമായിട്ട് പറയണു. അതുപോലെ തന്നെ എന്ത് പരാജയങ്ങളും തെറ്റുകളും അവർ ചെയ്തു കഴിഞ്ഞാൽ അവരെ ചേർത്ത് പിടിക്കുക. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, ചേർത്ത് പിടിക്കുക. ഇപ്പൊ നമ്മളെ കുട്ടികൾ ചിലപ്പോ അവരെന്തെങ്കിലും മത്സരത്തില് വിന്നറായിട്ട് ഓടി വരും നമ്മുടെ മുന്നില്.
അവരുടെ കയ്യിൽ കപ്പ് ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അവർക്ക് കിട്ടിയ എന്ത് കുഞ്ഞു സമ്മാനമായാലും അത് നമ്മൾ സ്വീകരിക്കുക. നമ്മൾ ഒരിക്കലും ഒരു മറ്റു കുട്ടിയുമായിട്ട് നമ്മളെ കുട്ടികളെ താരതമ്യം ചെയ്യാതിരിക്കുക. നമ്മളെ കുട്ടികൾക്കുള്ള കഴിവാണ് നമ്മൾ പ്രോത്സാഹനം നൽകേണ്ടത്. തൊട്ടടുത്ത കുട്ടിക്ക് ചിലപ്പം പഠിക്കാൻ കഴിവുണ്ടാവും, നന്നായിട്ട് പാടാൻ കഴിവുണ്ടാവും, വരയ്ക്കാൻ കഴിവുണ്ടാവും. ചിലപ്പം ഈ പറഞ്ഞ കാര്യങ്ങളിൽ കുറെ കാര്യങ്ങൾ ആ കുട്ടിക്ക് ഉണ്ടാവും. നമ്മളെ കുട്ടികൾക്ക് ചിലപ്പോൾ അതിൽ 1-2 കാര്യം ഉണ്ടാവുള്ളൂ. പക്ഷെ അവന് അവിടെ അത് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് നീ ചെയ്യുന്നില്ല എന്നല്ല, ചെയ്ത കാര്യത്തില് നന്നായിട്ട് അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക. ജാസ്മിൻ സമയമായി കൊണ്ടിരിക്കുന്നുണ്ടോ? വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയി. പറഞ്ഞോളൂ. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമ്മള് എല്ലാ കാര്യങ്ങൾക്കും അവർ ഉത്തരവാദിത്തം കൊടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അവരെ ഭക്ഷണത്തിലേക്ക് വരുമ്പോ കൂടുതൽ മധുരമുള്ള ഭക്ഷണങ്ങൾ അവരെ കഴിപ്പിക്കാതിരിക്കുക. ഭക്ഷണം മധുരത്തിൽ നിന്ന് കുറച്ച് ഇപ്പൊ തന്നെ മാറ്റി നിർത്തുക. ഉപ്പ് കലർന്ന ഭക്ഷണം, അത് ഈ ലൈസ്, അതിലൊക്കെ അറിയാലോ, അജിനാമോട്ടോ അങ്ങനെ അടങ്ങിയ കുറച്ച് ഒരു ഭക്ഷണക്രമം. അതായത് അവരുടെ ആരോഗ്യ കാര്യത്തിലേക്ക് വരുമ്പോ കൃത്യമായിട്ട് കുട്ടികൾക്ക് രാവിലത്തെ ഭക്ഷണം നമ്മൾ കൊടുക്കുക. അത് ചെറുതായാലും, കുട്ടികളുടെ പ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ WHO കണക്കാക്കിയത് 18 വയസ്സ് വരെയാണല്ലേ. അപ്പൊ നമ്മളെ 18 വയസ്സായ കുട്ടികൾ നമ്മളെ വീട്ടിലുണ്ടാവും, 17 വയസ്സായ കുട്ടികളൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവും. അപ്പോ ആദ്യത്തെ ഭക്ഷണം അതാണ് നമ്മുടെ ആർക്കുള്ള ഭക്ഷണം, നമ്മളെ തലച്ചോറിനുള്ള ഭക്ഷണം. അത് രാജാവിനെ പോലെ കഴിക്കുക എന്നുള്ളതാണ്. അത് ഏത് കുട്ടിക്കും ഭക്ഷണം കൃത്യമായിട്ട് കൊടുക്കുക. നിങ്ങൾ കൃത്യസമയത്ത് കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ രക്ഷിതാക്കളാണ്. പാരന്റിങ് എന്ന് പറഞ്ഞാൽ രക്ഷാകർതൃത്വം എന്ന ഒരു അർത്ഥം ഉണ്ടല്ലോ. അപ്പോ ഇതിലേക്ക് വരുമ്പോ ഞാൻ ഒരു കുഞ്ഞു കഥയോടുകൂടി നമുക്ക് ഈ ഒരു ടോപ്പിക് അവസാനിക്കാം. കഥ ഇങ്ങനെയാണ്. ഒരു കുളത്തില് കുറേയേറെ തവളകൾ ഉണ്ടായിരുന്നു. അപ്പോ അതിലൊരു തവള ഭയങ്കര ശ്രീരാമ ഭക്തനായിരുന്നു. തവളയ്ക്ക് എന്ന് സന്തോഷം വന്നാലും സങ്കടം വന്നാലും അവരുടെ ഓരോ മനുഷ്യർക്കും ഓരോ ജീവിക്കും അവരുടേതായ കാര്യങ്ങൾ ഉണ്ടാവും. എന്ത് വന്നാലും തവള വിളിക്കുന്ന രാമ 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 എന്നാണ്. അങ്ങനെ ഒരു ദിവസം ശ്രീരാമൻ കാട്ടിലൂടെ ഇങ്ങനെ വേട്ടയാടി വന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ കുറച്ചൊക്കെ ക്ഷീണം വന്നു. അപ്പൊ അദ്ദേഹത്തിന് തോന്നി, എനിക്ക് എന്റെ മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാകണം എന്ന് പറഞ്ഞ് മുഖം കഴുകാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ തൊട്ടടുത്തൊരു കുളം കാണാം. ആ കുളത്തിലേക്ക് അദ്ദേഹം ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് തീർച്ചയായിട്ടും അമ്പും വില്ലൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പോ ഈ വില്ല് എന്ന് പറഞ്ഞ സാധനം, ഇങ്ങനെ വളഞ്ഞിട്ട് നിൽക്കുന്ന സാധനം, അത് തോളത്തിൽ നിന്ന് ഇറക്കിയിട്ട് പിന്നെ ഈ പടവില് കുത്തി. അപ്പോ ഈ ശ്രീരാമൻ വന്നു എന്ന് തവള ദൂരെ നിന്ന് കണ്ടപ്പോ തവള കൂളിയിട്ട് അടിയിലേക്ക് ഈ പടവിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഈ പിന്നെ വില്ല് കുത്തിയ സമയത്ത് ശരിക്കും ഈ തവളയുടെ മുതുകിലാണ് കുത്തിയത്, പുറത്ത് കുത്തി. അപ്പൊ ഈ മുഖം കിഴിക്ക് നിവർന്നത് വരെ നല്ല പ്യുവർ വൈറ്റ് വെള്ളം. കുറച്ച് കഴിഞ്ഞപ്പോ വെള്ളത്തിന്റെ നിറം മങ്ങി ചുവപ്പ് കളറിൽ വന്നു. അപ്പൊ ശ്രീരാമൻ നോക്കി, എന്താ കഥ, ഇതുവരെ നല്ല വെള്ളമായിരുന്നു, ഈ വെള്ളത്തിന് എന്താ കളർ വ്യത്യാസം വന്നു. അപ്പൊ പെട്ടെന്ന് ഈ വില്ല് ഇങ്ങനെ അദ്ദേഹം എടുത്തപ്പോ പാതി ജീവനോട് കൂടി തവള ഇങ്ങനെ പൊങ്ങി വന്നു. അപ്പോഴാണ് ശ്രീരാമന് മനസ്സിലായത്, ഇത് തവളയുടെ മുഖത്ത് ഈ വില്ല് കൊണ്ടപ്പോ വന്ന ഒരു പ്രശ്നമാണ്, അതുകൊണ്ടാണ് ഇത് കളറ് മാറിയത്. അദ്ദേഹത്തിന് ഭയങ്കര വിഷമായി. ആ സമയത്ത് അദ്ദേഹം തവളയെടുത്ത് ചോദിച്ചു, ഞാൻ ഈ വില്ല് വെച്ച സമയത്ത് ഒന്ന് കരയാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോ തവള അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ലയോ ശ്രീരാമ സ്വാമി, എനിക്ക് സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും എന്ത് തന്നെ വന്നാലും ഞാൻ അങ്ങയെയാണ് വിളിക്കുന്നത്. ആ അങ്ങ് തന്നെ എന്റെ മുതകത്ത് വില്ല് വെച്ചാ പിന്നെ ഞാൻ ആരെ വിളിക്കും? അപ്പോ ശരിക്കും സത്യത്തിൽ ശ്രീരാമന് മറുപടി ഉണ്ടായില്ല. എന്നതുപോലെയാണ് നമ്മൾ രക്ഷിതാക്കള്. നമ്മളെ മക്കളെ നമ്മള് ചേർത്ത് പിടിക്കുമ്പോ നമ്മൾ തല്ലും തലോടും, നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പൊ അവരുടെ ചില കാര്യത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യം തീർക്കാനോ മറ്റു കാര്യത്തിന് അവരെ കൂടുതൽ ശിക്ഷിക്കുമ്പോ അവര് നമ്മളെ വിളിക്കാൻ മറന്നു പോകുന്നു. വിളിച്ചിട്ട് എന്താ കാര്യം എന്ന് അവർ ഓർക്കുന്നു. പിന്നെ അവർക്ക് എവിടെ നിന്ന് സ്നേഹം കിട്ടുന്ന അതിലേക്ക് അവർ തിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ. അങ്ങനെയാണ് നമുക്ക് കൂടുതലായിട്ടും കുട്ടികൾ മറ്റു കൂടെ വിളിച്ചു കൂടുന്ന അവസ്ഥകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളെ കുട്ടികൾ നമ്മുടെ കയ്യിൽ ഭദ്രമാണെന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, അത് ഉറപ്പുവരുത്തുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓരോ ദിവസവും നമുക്ക് മാറാൻ ശ്രമിക്കുക. നമ്മളിപ്പോ ഇന്ന് ഞാൻ പറഞ്ഞുകൊണ്ടോ ഇന്നലെ നിങ്ങൾ കേട്ടത് കൊണ്ടോ
അതിന്റെ മുന്നേ കേട്ടത് കൊണ്ടൊന്നും ഒരു ദിവസം കൊണ്ടൊന്നും നിങ്ങളോ ഞാനോ ഒന്നും പെട്ടെന്ന് മാറൂല. പക്ഷെ നമ്മൾ മാറാൻ ശ്രമിക്കണം. നമ്മുടെ സമ്പത്ത് എന്താണ്? നമ്മളെ മക്കളാണ്. ആ സമ്പത്ത് നമുക്ക് വലുതായിട്ട് അതിൽ നിന്നുണ്ടാകുന്ന പ്രതിഫലം നല്ലതാവാൻ മാത്രമാണ് ഞാനും നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ ആവാൻ നമുക്ക് ഓരോരുത്തർക്കും പറ്റട്ടെ. നമുക്കെല്ലാവർക്കും നല്ല രക്ഷിതാക്കളായി മാറി നമ്മുടെ മക്കള് നിങ്ങളുടെ റോൾ മോഡൽ ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മയാണ്, എൻ്റെ അച്ഛനാണ് എന്ന് അവർക്ക് ഉറക്കെ പറയാൻ, ഏത് ഉറക്കത്തിൽ അവരെ വിളിച്ച് ചോദിച്ചാൽ അവർക്ക് പറ്റുന്ന രീതിയിലേക്ക് മാറാൻ നമ്മൾ ഓരോ രക്ഷിതാക്കൾക്കും പറ്റട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ നിങ്ങളോട് എല്ലാവരും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനും എന്നെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു കാര്യം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് ഇത്രയും സമയം എന്നെ ശ്രവിച്ച, എന്നെ കേട്ട എല്ലാവർക്കും വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. വീണ്ടും നമുക്ക് വേറെ എന്തെങ്കിലും വിഷയവുമായിട്ട് കാണാമെന്ന ഉറപ്പോടു കൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. ആർക്കെങ്കിലും ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? താങ്ക് യു ശ്രീജ മാം. ഇനി അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയാ? ഇനി എന്തെങ്കിലും അതിലേക്ക് വരുത്തേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ പറയാ. ഗ്രൂപ്പിൽ ഷെയർ ഇത്ര നേരം ക്ലാസ് കേട്ടിരുന്ന സമയം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ക്ലാസ് ആയിരുന്നു. ഇനിയും കേട്ടുകൊണ്ടിരിക്കണം എന്നുള്ള തോന്നണുണ്ട് മാം. അതെ, എങ്ങനെ? നല്ല ക്ലാസ് ആയിരുന്നു. കേട്ട് സമയം പോയത് അറിഞ്ഞില്ല. ഇനിയും കേൾക്കണം എന്നുള്ളൊരു ആഗ്രഹമേ ഉള്ളൂ മാം. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. നമുക്ക് ഇനിയും ജാസ്മി മാം വിളിച്ചാൽ നമ്മൾ വീണ്ടും വേറെ എന്തെങ്കിലുമൊക്കെ വിഷയവുമായിട്ട് നമ്മൾ ഏത് വിഷയം ബന്ധപ്പെടുത്തിയാലും അതിൽ നമ്മൾ രക്ഷിതാക്കൾ വരും എന്നുള്ളതാണ് വലിയൊരു സത്യം. അപ്പൊ നമുക്ക് വീണ്ടും വരാം, കാണാം. ഇനി എല്ലാരും സംസാരിച്ചോളൂ കേട്ടോ. നല്ലതും ചീത്തയൊക്കെ ഉണ്ടാവും. നമ്മള് ആരും ഒക്കെ നല്ലത് കൊണ്ട് ഉണ്ടാക്കിയ ആളുകളല്ല. മതസൗഹാർദ്ദപരമായ ഒരു സമീപനം, അത് ഒരു ഇപ്പോഴത്തെ കാലത്ത് ടീച്ചേഴ്സ് ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ മതസ്പർദ്ധ വളർത്തുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മൾ കാണുന്നുണ്ടല്ലോ, പല ചാനലുകളിലും ഒക്കെ ചർച്ച ചെയ്യുന്നു. കുട്ടികളെ ഇപ്പം താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികളെ മാറ്റി നിർത്തുന്നു, കറുത്തവരെ മാറ്റി നിർത്തുന്നു. അപ്പൊ ഇപ്പൊ ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ കുഞ്ഞുനാള് മുതലേ നമ്മൾ ഇതൊക്കെ അനുഭവിച്ചു വരുന്ന ഒരു സത്യമാണ്. പക്ഷെ മനുഷ്യനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് സത്യത്തില്. ഈ പാരന്റിങ് ക്ലാസ്സിൽ നിന്ന് ഇവിടെ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വന്ന കാര്യം ഒരു മതസൗഹാർദ്ദമാണ്. അതെ, എനിക്കത് ഭയങ്കരമായിട്ട് വളരെ ചില സമയത്തൊക്കെ ആ ഒരു ഇമോഷണൽ ഫീലിംഗിലേക്ക് പോയിരുന്നു ലാസ്റ്റിൽ ആ സംസാരമൊക്കെ കേട്ടപ്പോ തന്നെ. കാരണം അത്രയും ഒരു മുസ്ലിം സ്ത്രീയാണ് ഇത് വന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ശ്രീജ മാം അല്ലെ, ശ്രീജ മാം പറഞ്ഞതുകൊണ്ടാണ് അത് കൂടുതൽ അതിനെ ഒരു ഇത് നമുക്ക് കിട്ടിയത്. അപ്പൊ ഏതൊരു മതത്തിൽ പെട്ടു എന്നുള്ളതല്ല, അവൻ മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ഒരു അധ്യാപികയുടെ ധർമ്മം എന്ന് പറയുന്നത്. ഒരു കുഞ്ഞിന്റെ അകക്കണ്ണ് തുറപ്പിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ ടീച്ചിങ് കോഴ്സിൽ പഠിച്ചിരുന്ന സമയത്ത് അന്ന് അവിടുത്തെ ഒരു ക്യാമ്പ് ഡയറക്ടറായിട്ട് വന്ന ഒരു സാറ് പറഞ്ഞൊരു കാര്യം, ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിന്റെ അകക്കണ്ണ് തുറപ്പിക്കുക എന്നുള്ള ഒരു ധർമ്മമാണ് അവരുടെ ഏറ്റവും വലിയൊരു ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ടീച്ചർ നന്നായിട്ട് നിറവേറ്റുന്നുണ്ടെന്ന് ആ വാക്കിലൂടെ മനസ്സിലായി. എന്തായാലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന മാമിന് വളരെയധികം താങ്ക്സ്. അതുപോലെ വീഡിയോ ഓൺ ആക്കി ഇതുവരെ ക്ലാസ്സുകൾ കേട്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകം പിങ്ക് ജോബിന്റെ പ്രത്യേകം നന്ദി. ഇനിയും ശ്രീജ മാമിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. എന്തായാലും വെയിറ്റ് ചെയ്യുക. എല്ലാവർക്കും താങ്ക്സ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.